10-70 വയസ്സ് കടന്ന എന്നെ കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ എന്താ കാണിച്ചത്? ഫേസ്ബുക്കിലൂടെ ആരെങ്കിലും ചോദ്യം ചെയ്തോ? ശബരിമലയായിട്ട് ബന്ധമില്ലാത്ത കുറച്ച് പെണ്ണുങ്ങൾ പോയി പോലീസ് അകമ്പടിയോടെ പോയി കയറുക. അത് പബ്ലിക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനൊരു നിലപാടിലേക്കൊന്നും ഇനി ഗവൺമെൻറ് പോകുന്ന ഞാൻ കരുതുന്നില്ല. ഐ എം ഫൈറ്റർ. എന്നോട് VS പറഞ്ഞു, സുധാകരൻ ഒരു ഫൈറ്ററാണ്, അതാണ് VS അതിനുള്ള സ്നേഹം. 70 വയസ്സ് കഴിയുമ്പോൾ കഴുത്തറുത്ത് ഇറച്ചി കച്ചവടത്തിൽ നടത്താനുള്ളവരല്ല ഞങ്ങളാരും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ സ്ഥിരകൾക്കൂടെ ഓടുക. എന്നോട് അന്യായമാരോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നുന്ന ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. കേരളത്തിൽ മൊത്തം കൊണ്ട് ആലപ്പുഴ പ്രത്യേകം എന്നോട് അന്യായം കാണിച്ചു, ആരോ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെന്താണ് BJP പോവാത്തത്? നിങ്ങളെന്താണ് കോൺഗ്രസ് പോകാത്തതാണ് ഫേസ്ബുക്കിൽ ചോദിക്കുന്നത്? അല്ല, പാർട്ടിക്കകത്തുള്ള ചില ആളുകൾ തന്നെ ഫേസ്ബുക്ക് വഴി ഈ ജില്ലയിൽ ഏത് സീറ്റ് നിന്നാണ് ഞാൻ ചെയ്യും. ഇവിടെ അല്ല, മാത്രമല്ല ഏത് സീറ്റ് നിന്നാലും ചെയ്യും. 9 സീറ്റിൽ 9 എന്നാലും ചെയ്യും, ഉറപ്പുള്ളത്. ഇത്തവണ ഞാൻ MA ബേബിയോട് മാത്രം ഫോണിൽ പറഞ്ഞു, പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അത് ഞാൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ പൊതു രാഷ്ട്രീയ സ്ഥിതി ആർക്ക് അനുകൂലമാകും? പൊതു രാഷ്ട്രീയ സ്ഥിതി വളരെ ശ്രദ്ധാപൂർവം ഇടതുപക്ഷം, CPIM നേതൃത്വത്തിൽ ഇടതുപക്ഷം അതിൻ്റെ പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയ പ്രവർത്തനവും ജനങ്ങൾക്ക് ചെയ്ത നല്ല കാര്യങ്ങളുമൊക്കെ നല്ലതുപോലെ സംവിധാനം ചെയ്ത് സത്യസന്ധമായി ജനങ്ങളോട് പറയുകയും ആ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെയും പ്രാതിനിധ്യം വഹിക്കാൻ കഴിവുള്ളവരാണ് സ്ഥാനാർത്ഥികളെന്ന് ജനങ്ങൾക്ക് തോന്നുകയും ചെയ്താൽ ഇടതുപക്ഷത്തിന് തന്നെ മുൻതൂക്കം. പ്രയോഗിക്കുന്ന രീതിയിലാണ് ഇത് വരുന്നത്. കാരണം UDF മോശമൊന്നും അല്ലല്ലോ, അവരും തൊട്ടപ്പുറത്ത് നിൽക്കുകയല്ലേ. അപ്പോൾ അത് പ്രയോഗിക്കുന്നതിനുള്ള രാഷ്ട്രീയ അടവ് വൈദഗ്ധ്യത്തിലാണ്. അത് ഈ നിലയിൽ പ്രയോഗിച്ചാൽ ഇടതുപക്ഷം തന്നെ വരും. ഈ ഒന്നാം പിണറായി സർക്കാരിനെയും അതിലംഗമായിരുന്നു താങ്കൾ, ഒന്നാം പിണറായി സർക്കാരിനെയും രണ്ടാം പിണറായി സർക്കാരിനെയും ഒന്ന് താരതമ്യം ചെയ്യാൻ പറ്റും? ആദ്യത്തെ കഴിഞ്ഞ ഗവൺമെൻറ്, അതായത് പിണറായി മുഖ്യമന്ത്രിയായി വന്ന ആദ്യത്തെ ഗവൺമെൻറ് പലതരത്തിലും പ്രത്യേകതയുള്ളൊരു ഗവൺമെൻറ്റായിരുന്നു. ഒന്ന്, വികസനത്തെപ്പറ്റി എല്ലാവരും പറയുമെങ്കിലും വികസനം ഒരു പ്രധാന വിഷയമായെടുത്ത് പ്രധാന ഭരണ പരിപാടിയായിട്ടെടുത്ത് ഭരണം നടത്തിയത് കഴിഞ്ഞ തവണയാണ്. 2006 അധികാരത്തിൽ വന്ന VS ഗവൺമെൻറ് കാലത്തും മുമ്പില്ലാത്ത കുറച്ച് വികസനമൊക്കെ നടന്നിട്ടുണ്ട്. യാഥാർത്ഥ്യം അമ്പലപ്പുഴയൊക്കെ നടന്നിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജും MA ഇൻസ്റ്റിറ്റ്യൂട്ടും കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ഇങ്ങനെ പല പല പുതിയ കാര്യങ്ങളും വന്നത് 2006 VS ഗവൺമെൻറ് കാലത്താണ്. മറ്റു സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു മണ്ഡലത്തിൽ മാത്രമല്ല, ഏതാനും മണ്ഡലങ്ങളിലെ കേരളം മൊത്തം അടിസ്ഥാന വികസനം, റോഡുകൾ, പാലങ്ങൾ, പുതിയ സർക്കാർ മന്ദിരങ്ങൾ, ഇങ്ങനെയുള്ള അതേറ്റവും കൂടുതലൊരു ഒരു തീരുമാനമായി ഇടതുപക്ഷം എടുത്ത് നടപ്പിലാക്കിയത് കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. എല്ലാ വകുപ്പുകളും അവിടെ പങ്ക് വഹിച്ചു. അടിസ്ഥാന വികസനത്തിൽ പങ്കില്ലാത്ത മറ്റു കാര്യങ്ങൾ, സേവനങ്ങളും മറ്റും നടന്ന വകുപ്പുകൾ അവർ നല്ല പങ്ക് വഹിച്ചു അവരുടെ കാര്യത്തിൽ. PWD അതുപോലെ തന്നെ എന്താ പറയുക, എഡ്യൂക്കേഷൻ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ഈ വകുപ്പിലൊക്കെ അടിസ്ഥാന വികസനം ഏറ്റവും കൂടുതൽ നടന്ന വകുപ്പുകളാണ്. ഇവർ സിവിൽ സപ്ലൈസിൽ പോലും പുതിയ വലിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഉണ്ടായിരുന്ന ഈ 3 വകുപ്പുകൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. PWD ആണ് മറ്റു വകുപ്പുകളുടെയും അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന വകുപ്പ്. PWD ആണ്. അപ്പോൾ PWD വളരെ മികച്ച ഒരു സ്ഥാനം കിട്ടി. അത് പ്രായോഗികമായി നല്ലതുപോലെ ആവിഷ്കരിച്ചു. നാട് എവിടെ നോക്കിയാൽ ഇപ്പോഴും 7-8 വർഷമായിട്ട് പോലും ആ തെളിവ് കാണും. അത്ര നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മറ്റ് സേവന വകുപ്പുകളും, കൃഷി വകുപ്പൊക്കെ മികച്ച ഭരണമായിരുന്നു. കൃഷി വകുപ്പിൻ്റെ, സിവിൽ സപ്ലൈസിൻ്റെ, ആ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാന വികസന സൗകര്യങ്ങളും സേവനങ്ങളുമാണ് ഈ ഗവൺമെൻറ് വരാൻ കാരണമെന്ന് പാർട്ടി രേഖ തന്നെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ പ്രവർത്തനത്തിലും പാർട്ടി എന്നും പ്രവർത്തിക്കുമല്ലോ. ആ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളാണ്. ശേഷം ദീർഘകാലം നിലനിൽക്കുന്ന അടിസ്ഥാന വികസനമാണ് ഈ ഗവൺമെൻറ് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ്. ഞാനിപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ പല മാധ്യമങ്ങളും എന്തൊക്കെയോ എഴുതുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 400 പാലം നിർമ്മിച്ചു. എവിടെയാണ് നിർമ്മിച്ചത്?
ഈ ജില്ലയിലൊന്നും ഒരു പാലവും ഞങ്ങൾ കണ്ടില്ല. ഇനി അല്ല ഒന്നോ രണ്ടോ തള്ളിച്ചു. ഇതങ്ങനല്ല. 500 പാലങ്ങൾ ഡിസൈൻ ചെയ്തു. ഏതാണ്ട് 160ഓളം പാലങ്ങൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഒരു 10, 150ഓളം എണ്ണം ഈ ഗവൺമെൻറ് കാലത്ത് ഉദ്ഘാടനം ചെയ്യത്തക്ക പോലെയാണ് അതിൻ്റെ വർക്ക് നീങ്ങിക്കൊണ്ട്. അതൊക്കെ അവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഗവൺമെൻറ് കഴിഞ്ഞാലും ഒരു 50ഓ 60ഓ പാലം പിന്നെയും ബാക്കി കാണും. ഞങ്ങൾ ഡിസൈൻ ചെയ്യുക മാത്രമല്ല, നമ്മുടെ പൈസ ഒക്കെ കൊടുക്കും. എല്ലാം കിബിയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. കിബിയാണ് ഇതെല്ലാം പണിയുന്നതെന്ന് പറഞ്ഞ് കുറച്ച് കിബി ഒന്നും പണിയുന്നില്ല. കിബിയല്ല പണിയുന്നത്. കിബി ഒരു ധനകാര്യ സ്ഥാപനമാണ്. അത് മുഖ്യമന്ത്രിയുടെ കൺട്രോളിലാണ്. ഞങ്ങളുടെ PWD വകുപ്പിലുള്ള എൻജിനീയേഴ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത് മുഴുവൻ. അതാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് എന്ന് പറയുന്ന KRF എന്ന് പറയുന്നത്. PWD ഒരു വിങ്ങാണ്. പക്ഷേ അത് PWD അല്ല. ഇങ്ങനൊരു വിങ് ഉണ്ടായാലേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലോൺ കിട്ടുള്ളൂ. താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ പൊതുമരാമത്ത് വകുപ്പിലെ അന്നത്തെ പെർഫോമൻസ് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ? അല്ല, എനിക്കങ്ങനെ താരതമ്യം പറയാൻ പാടില്ല. കാരണം എൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളാണ് പൊതുമരാമത്ത്, പുതിയ ആളുമാണ്. അദ്ദേഹം MLA ആയി, അപ്പോൾ തന്നെ മന്ത്രിയായി. അപ്പം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. ഞാനാണെങ്കിൽ MLA കായംകുളത്തുണ്ട്. അത് ഞാൻ മിനിസ്റ്ററൊന്നും ആയില്ല. അപ്പോൾ അസംബ്ലിയിലെ പ്രത്യേക പദവികളൊന്നും എനിക്കില്ലായിരുന്നു. മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ 2006 വീണ്ടും രണ്ടാമത് വരുന്നത്. അപ്പോഴത്തേക്ക് എനിക്കൊരു ആദ്യം മിനിസ്റ്ററാകുമ്പം തന്നെ എനിക്ക് എത്രയാ 50 വയസ്സ് കഴിഞ്ഞു. രണ്ടാമത് വരുമ്പോൾ 55 വയസ്സ് കഴിഞ്ഞു. ഞാൻ ആ പ്രായത്തിലൊക്കെയാണ് മിനിസ്റ്ററായിട്ടുള്ളത്. കായംകുളം MLA ആകുമ്പം തന്നെ എനിക്ക് ഏതാണ്ട് 50 വയസ്സുണ്ട്. അപ്പോൾ വളരെയേറെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, വിവിധ മേഖലകളിൽ നടത്തി. അതിനുശേഷമാണ് ഞങ്ങളൊക്കെ എന്നെപ്പോലുള്ളവർ മന്ത്രിയോ MLA ഒക്കെ ആവുന്നത്. ഞങ്ങൾക്കൊന്നും അതുകൊണ്ടൊരു വിഷമം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരുന്നു. എല്ലാ പ്രവർത്തനവും നടത്തി. കുട്ടനാട്ട് വരെ പോയി താലൂക്ക് സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച ആ ഭീകരമായ RSS CPIM സംഘർഷമുണ്ട തലശ്ശേരി കുട്ടനാട് കാലഘട്ടത്തിൽ പേരെ മരിച്ചെന്നറിയാം. ഞാൻ സെക്രട്ടറിയായിരുന്നു അവിടെ. അപ്പോൾ ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനമാണ്. റിയാസിനെ പോലെ MLA ആയി മന്ത്രിയായി അല്ല, റിയാസിനെ പോലെ താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം MLA ആയി മിനിസ്റ്ററായി ഉണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പിന്നെ തൻ്റെ ഭരണകാലത്തായതും ഒരു താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ മുഴുമിക്കാത്ത വികസനങ്ങളൊക്കെ തുടർന്നു. അത് പലതും ഇപ്പം ഉദ്ഘാടനം കഴിയുന്നുണ്ട്. എല്ലാത്തിനും പണം വെച്ച് നിന്ന് ഗംഭീരം. അതാണ് അതിൻ്റെ പ്രത്യേകത. പണത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കേണ്ടി വരത്തില്ല. നമ്മുടെ കാലത്ത് നമ്മൾ ഡിസൈൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തൊക്കെ പണത്തോടു കൂടിയാണ്. പിന്നെ പുതിയ വികസനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഗവൺമെൻറ് പറയേണ്ടതാണ്. ഗവൺമെൻറ് വക്താക്കളാണ് അത് പറയേണ്ടത്. ഈ 5 വർഷത്തെ എന്നല്ല, 10 വർഷമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ 5 വർഷമാണ് അദ്ദേഹം പറയുന്നില്ല. ഇല്ല. അപ്പോൾ 5 വർഷം പറഞ്ഞേ പറ്റൂ. അന്നും അദ്ദേഹം മുഖ്യമന്ത്രി. അദ്ദേഹത്തിനത് പറഞ്ഞേ പറ്റുമോ? പറഞ്ഞാലേ അത് ചരിത്രം പൂർത്തിയാവും. പക്ഷേ നമ്മൾ ഈ ആലപ്പുഴയെ കാണുന്നത് ആദ്യത്തെ 5 വർഷം പറയുന്നില്ല. ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നും പറയുന്നത് വികസന ജാഥ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഈ എന്താ പറയുക, ലിമിറ്റഡായുള്ള വ്യൂ ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ. പാർട്ടിയുടെ ടോട്ടൽ വ്യൂ, കോഹറൻ വ്യൂ അതങ്ങോട്ട് പറയുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മറവി പാർട്ടിക്കും? പാർട്ടിക്കൊന്നും മറവിയൊന്നും പറ്റില്ല. പാർട്ടി അല്ലല്ലോ. പിണറായി പറയുന്നത് 10 വർഷമായിട്ട്. അതെ. ഞാൻ ഈ ആലപ്പുഴയെ കണ്ട ചില വികസന ജാഥകം നയിക്കുന്നവർ പറയുന്നത് അവരുടെ കാര്യമാണ്. ചുറ്റുപാടും കാണുന്ന ഈ വികസനത്തെ പറ്റി പറയുകയും അത് എന്താണെന്ന് പറയുകയും ചെയ്യാൻ അത് എന്നിട്ട് ചരിത്രത്തിന് നേരെ വാതിൽ കൂട്ടി കിടക്കുന്ന സ്വഭാവം ആധുനിക രാഷ്ട്രീയത്തിലുണ്ടല്ലോ. പുത്തൻ രാഷ്ട്രീയത്തിലതുണ്ട്. എല്ലാ പാർട്ടിയിലും കൊണ്ട് കുറച്ച് പാർട്ടി അല്ലത്. പാർട്ടി 10 വർഷമല്ലേ പറയുന്നത്. പാർട്ടിയുടെ കാലത്താണല്ലോ ഇതെല്ലാം. പാർട്ടിയല്ല ഇത്. പാർട്ടിയുടെ നയം പറയേണ്ട ആളുകൾ പ്രോപ്പറായിട്ട് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആലപ്പുഴ പലയിടത്തും പറഞ്ഞിട്ടില്ല. എന്താണ് അതിന്റെ കാരണം? അവർക്ക് അത്രമാത്രം വീക്ഷണമുള്ളൂ. അത്രമാത്രമേ ഈ ചരിത്ര ബോധമുള്ളൂ. അത് വേറെ കാര്യമൊന്നുമല്ല. അവരുടെ ബോധം അത്രയേ ഉള്ളൂ. അവരാ ബോധം വളർത്താൻ അങ്ങനെയുള്ള ഒരുപാട് പേര് എല്ലാ പാർട്ടിയിലും ഇപ്പോൾ ഉണ്ടല്ലോ. പലപ്പോഴും ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വത്തിനെതിരെ ഭയങ്കര ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇല്ലില്ല. ഞാൻ ജില്ലാ നേതൃത്വത്തിനെതിരെ എവിടെ ഉന്നയിച്ചു? നേതൃത്വത്തിനെതിരെ ഒന്നും ഉന്നയിച്ചിട്ടില്ല. ഇല്ല. ചില നേതാക്കൾക്കെതിരെ മാത്രം. ജില്ലാ നേതൃത്വത്തിനെതിരെ ഞാനൊന്നും ഉന്നയിച്ചില്ല. ഉന്നയിക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ല. അത് ഉന്നയിക്കത്തില്ല. ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് ഉന്നയിക്കാറില്ല. ഞാൻ ചെയ്തില്ല. ആരെങ്കിലും ആലപ്പുഴ ജില്ലയിലുള്ള ലീഡർഷിപ്പിൽ ആരെങ്കിലും ആവശ്യമില്ലാത്തൊരു കാര്യം ഞാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്.
അത് മാത്രമേ ഉള്ളൂ. ആളെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. ഞാനങ്ങനെ ചെയ്യാറില്ല. അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരു ഒരു നിശ്ചിതാരൻ അങ്ങനെ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു വലിയ കഥ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഏത് കാര്യത്താണെന്നറിയില്ല. താങ്കൾ പറയുന്ന ഒന്നാം പിണറായി സർക്കാർ ഒരു മാതൃകയായിരുന്നു. ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ ആരോഗ്യവകുപ്പിലെ കെ ശൈലജയുടെ പ്രവർത്തനം ദേശീയ ലോകശ്രദ്ധ വരെ ആകർഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് ഈ ഇടതുമുന്നണിക്കും സർക്കാരിനും ഒരു ബാധ്യതയാകുകയാണോ? അങ്ങനെ കമ്പയർ ചെയ്ത് പറയാനേ ഞാൻ തയ്യാറില്ല. ലോകശ്രദ്ധ ആകർഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ അന്ന് മന്ത്രിമാരും കേന്ദ്രങ്ങളിൽ ജില്ലകളിൽ ചുമതല ഏറ്റെടുത്താണ് ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കുന്നത്. ആരോഗ്യമന്ത്രി എല്ലായിടത്തും ഓടി കിടക്കല്ല. കോവിഡ് കാലത്ത് ആലപ്പുഴ പൂർണ്ണ ചുമതല എനിക്കായിരുന്നല്ലോ. ആരോഗ്യമന്ത്രി ഇവിടെ അധികം വരേണ്ടി വന്നിട്ടേ ഇല്ല. മൊത്തം ചുമതല ഞാനാണ് ഏറ്റെടുത്തത്. കോവിഡ് കാലത്ത് കഴിഞ്ഞ് ക്ലീനിങ് നടന്നു. ഞങ്ങളെല്ലാവരെയും ക്ലീൻ ചെയ്തു. ഉടനടി ഞാൻ കറുത്ത കൈലിയും കറുത്ത ഉടുപ്പിട്ടോട് ക്ലീൻ ചെയ്യുന്നത് BBC-യിൽ വന്നു. ഒരു പടവും ഒരു വാർത്തയായിട്ട് വന്നു. അങ്ങനെ എല്ലായിടത്തും ക്യാബിനറ്റ് ആകെ ഇറങ്ങി അങ്ങ് പ്രവർത്തിക്കുകയല്ലേ ആരോഗ്യവകുപ്പിൽ. അതിനെ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് ശൈലജ നേതൃത്വപരമായി പങ്കുവച്ച് ശരിയാണ്. മുൻ ആരോഗ്യവകുപ്പുകളിൽ നിന്ന് ഒരു വലിയ വ്യത്യാസം അവർ വരുത്തിയതുകൊണ്ട് ശരിയാണ്. ഇപ്പോഴും അവർ ആത്മാർത്ഥത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രവർത്തനത്തിൻ്റെ ഫലം എന്താണെന്നുള്ളത് വിലയിരുത്തി അവർ പറയണം. ഇവിടുത്തെ പ്രശ്നം ഒരാൾ മരിച്ചതാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കൈ പോയതാണ് പ്രശ്നം. അപ്പോൾ അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ടവരെ കർശന നടപടി എടുത്ത് കളയുക. അതൊക്കെ ഇപ്പം ചെയ്തു തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ ആക്ഷേപം വന്നു. ശസ്ത്രക്രിയ ചെയ്യാത്ത പ്രൊഫസറെ ഞാൻ ഡിസ്മിസ് ചെയ്യുക. ഓക്കെ, പ്രൊഫസറുടെ പേരിലാണ് FIR. അവർ ശസ്ത്രക്രിയ പങ്കെടുത്തിട്ടില്ല, പങ്കെടുക്കേണ്ടതില്ല. കാരണം അവർക്ക് അതിന് സംവിധാനമുണ്ട്. ശസ്ത്രക്രിയ ചെയ്തവരാരും പ്രതികളല്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. വസ്തുത നമുക്കറിയാം. നമുക്ക് ശ്രദ്ധിക്കണം. പോലീസിനെ മാത്രം വിശ്വസിക്കരുത്. ഇപ്പം എന്തുകൊണ്ടാണ് ഇത്തരം പരാതികളും വീഴ്ചകളും ഒക്കെ വരുന്നത്? പരാതികളും വീഴ്ച എന്നും ഉണ്ടായിട്ടുണ്ട്. എന്താ ഇല്ലാത്ത? ആരോഗ്യവകുപ്പിനെ പറ്റി പരാതി ഇല്ലാത്ത കാലം ഏതാ? കാരണം മനുഷ്യരുടെ ജീവൻ കൊണ്ട് കളിക്കുന്നതല്ലേ, പരാതി കൂടും. പല മന്ത്രിമാരുടെയും ഇപ്പോൾ സജി ചെറിയാൻ്റെ പ്രസ്താവന തന്നെ എടുക്കുക. ഈ പ്രസ്താവനകൾ വലിയ ഒരു കോൺസിക്വൻസ് ഈ സർക്കാരിന് ഉണ്ടാക്കുന്നുണ്ടോ? ഇപ്പം മാറാട് മുതലുള്ള പ്രശ്നങ്ങൾ, അതുപോലുള്ള ഒരു വിദ്വേഷ പ്രസംഗത്തിൻ്റെ സ്വഭാവമുള്ള രീതിയിലുള്ള സ്പീച്ചുകളൊക്കെ സജി ചെറിയാനെ പോലുള്ള മന്ത്രിമാരിൽ നിന്നുണ്ടാകുന്നു. ഇത് സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് എന്തെങ്കിലും കോട്ടമുണ്ടാകും? സജി ചെറിയാനോട് തുടർച്ചയായിട്ടൊന്നും അങ്ങനെ പ്രസ്താവന നടത്തുന്നതാണെന്നുമല്ല. അന്നൊരു ചെറിയ ഇത് പറ്റി അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ എന്തോ ഒരു കാര്യം എന്താ ഈ മൈനോറിറ്റിയെ പറ്റിയാണെന്നാണ് ഉദ്ദേശിച്ച് പറഞ്ഞത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം. സജി ചെറിയാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശക്തമായി പ്രവർത്തിക്കുന്നതാണ്. അയാൾക്ക് പ്രവർത്തനക്ഷമത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവരെ എനിക്കിഷ്ടമാണ്. അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലം പോലെ എനിക്കറിയാം. വളരെ എന്താ പറയുക, ആക്റ്റീവാണ്. കാര്യം ഏൽപ്പിച്ചാൽ അതങ്ങ് ചെയ്യും. അദ്ദേഹം ചെയ്യും. സംസാരിക്കുമ്പോഴും അദ്ദേഹം ഔട്ട് സ്പോക്കണായി സംസാരിക്കും. ഒരു മിനിസ്റ്ററാണ് എന്ന കാര്യം ഓർത്തുകൊണ്ടായിരിക്കത്തല്ല ചിലപ്പോൾ സംസാരിക്കാറുള്ളത്. എനിക്ക് ഒരു പ്രയോഗം നടത്തി. എനിക്ക് പിണറായി എന്നെ വിളിച്ചു. തന്ത്രിമാരുടെ ആശ്രമത്തിൽ കുന്തം കയറ്റണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് ദേവസ്വം ബോർഡിൽ പരിഷ്കാരം വരുത്തിയപ്പോൾ അതിനെതിരായിട്ട് കുറേ തന്ത്രിമാരങ്ങ് ഇറങ്ങിയില്ലയോ, ഈ ഫ്യൂഡൽ. ഞാൻ ഷാർപ്പായിട്ട് എല്ലാവരെയും ഞാൻ ഉദാഹരണം പറയുകയാണ്. അവർ പരിശോധിക്കേണ്ട കാര്യമാണ്. രണ്ട് പ്രശ്നമാണ്. ഒന്ന്, ക്രിസ്ത്യൻ പ്രീസ്റ്റും മുസ്ലിം എന്താ പറയുന്നത് ഇമാംമാരും ആപാതചൂടം വസ്ത്രങ്ങൾ അണിഞ്ഞ് അങ്ങനെയാണ് അവർ വരുന്നത്. ഇവിടെ പാദം വരെ വസ്ത്രങ്ങളാണ്. മറ്റേ ലോഹയാണ് പറയണ്ട. മുസ്ലിം പുരോഹിതരും അങ്ങനെയാണ് അവരുടെ വേഷം. പക്ഷേ ഹൈന്ദവ പുരോഹിതന്മാരിൽ ഭൂരിപക്ഷവും അങ്ങനെയല്ല. നഗ്നമായ ശരീരവും കാണിച്ചു ഇവിടെ മാത്രമേ എന്തെങ്കിലും കൊടുക്കൂ. ചിലർ കുളത്തിൽ പോയി രാവിലെ കുളിച്ചു വന്ന് അടിവസ്ത്രം ഇടാതെ നിൽക്കുന്നവരുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായത് അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ കണ്ടോളാം. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് അത് ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെ അതങ്ങ് തീർന്നു. പിന്നെ തന്ത്രിമാരുടെ സമാജമെല്ലാം കൂടിയിട്ട് ഒരു കാര്യമില്ല. അത് നല്ല കാര്യമാണ് ചെയ്തത്. പക്ഷേ ദേവസ്വം ബോർഡ് പിരിച്ചു വിട്ടു. രാമൻ നായരുടെ എല്ലാം ഭയങ്കര കുഴപ്പം പിടിച്ച് ദേവസ്വം ബോർഡ് പിരിച്ചു വിട്ടു. NSS ബോർഡും പറഞ്ഞു പിരിച്ചു വിട്ടു. രാമൻ നായരെ വെച്ചപ്പോൾ ഒരു ബന്ധം ഉണ്ടെങ്കിലും അവരും പറഞ്ഞു പിരിച്ചു വിട്ടു. പിരിച്ചു വിട്ട് 3 പേര് 7 ആക്കാനുള്ള ബില്ലാണ് നടപ്പാക്കിയത്, പാസ്സാക്കിയത്. അപ്പോൾ വിളിയം ഭാർഗവനൊക്കെ തർക്കം പറഞ്ഞു. ദേവസ്വത്തിൽ സുധാകരൻ വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നത് എന്നോട് ചോദിച്ചു. അതല്ല, 7 പേരുള്ളൊരു ബോർഡാണ് ആവശ്യം. ഇരിക്കട്ടെ, 2 സ്ത്രീകളുണ്ട് അന്നേരം. അതിനകത്ത്
മലബാറിൽ 7 പേരുള്ളത് ഞാൻ പാസ്സാക്കി. 2 സ്ത്രീകൾ, ഒരു എസ് സി, ഒരു എസ് ടി, അങ്ങനെ 4. ആ 3 മതിയെന്ന് പറഞ്ഞു. 3 ഘടനയാണ്. പിന്നെ ആർ ശങ്കറും മന്ദോപരാമനും ഒക്കെ ബോസ് ബോർഡ് മെമ്പർ ആവുന്ന കാലം മുതൽ 3 പക്ഷെ ഒരെണ്ണം പട്ടികജാതിക്കാർക്ക് ഞാനങ്ങ് സംവരണം ചെയ്തു. ഉം, ഉം. ഓർ എസ് ടി. രണ്ടാമത് 50 വയസ്സുള്ള ഒരു സ്ത്രീ ആയിരിക്കും. 50 വയസ്സൊക്കെ അങ്ങനെ ശബരിമല കയറാൻ പറ്റും. അതെ. അത് പാസ്സായി. അത് നടപ്പിലായി. 4 വർഷം ദേവസ്വം ബോർഡ് കൊള്ള നടത്തേണ്ട 2 വർഷം മതി. 2 ആക്കി. ഇപ്പോഴും 2 ഉള്ളൂ. 3 ആക്കാനൊക്കെ പലരും ശ്രമിച്ചു. നടന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. അതിനെല്ലാം എതിർത്തപ്പോഴാണ് ഈ തന്ത്രിമാരുടെ ആ സ്ഥലത്ത് കുന്ന് ശരിക്കും തെറ്റാണ് പറഞ്ഞത്. അപ്പോൾ പിണറായി എന്നെ വിളിച്ചു. സുധാകരൻ എന്താ പറഞ്ഞത്? സുധാകരന് പറയാൻ അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാമോ? ഞാൻ പറഞ്ഞു ഞാൻ തിരുത്തിക്കളാം. ഞാൻ ഗുരുവായൂരിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാനങ്ങ് തിരുത്തി. ഖേദം പ്രകടിപ്പിച്ചു. ഉം. കാരണം തന്ത്രിമാർക്ക് എന്നോട് എന്തോ ഒരു കാര്യമാണ്. ദേവസ്വം മന്ത്രിയായിരുന്നു. അന്ന് വലിയ പരാതി രഹിതമായി. പ്രത്യേകിച്ച് ശബരിമലയ്ക്ക് അഴിമതിയൊന്നും ഉണ്ടായില്ല. ഉണ്ടായില്ല. ഇല്ല. ശബരിമലയും കൊണ്ടുപോയി. അതെ. ഇത്തവണ ഈ ശബരിമല വീണ്ടും സർക്കാരിനൊരു കീറാമുട്ടിയായി മാറുകയാണോ? അതവിടെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിൻ്റെ തകരാറല്ലേ? കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പല്ല, അതിന് മുമ്പത്തെ പൊതുതെരഞ്ഞെടുപ്പ് 2016 അതെ. ഞങ്ങൾക്കെതിരെ മത്സരിച്ച ആളാണ് UDF സ്ഥാനാർത്ഥിയാണ് ഈ പ്രസാദ്. അയാളെ എങ്ങനെയോ ആരോ സ്വാധീനിച്ച് CPM കൊണ്ടുവന്നു. ഉടൻ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൊടുത്തു. ഇത്തരം സംഭവങ്ങളൊന്നും മുമ്പ് ഇല്ലാത്തതാണ്. എനിക്ക് അതിശയം. എന്താ ഇത്? അതൊന്നും പറഞ്ഞല്ല. എന്തിനാ പറയുന്നത്? അപ്പം അദ്ദേഹം അതിന് പാകതയും പക്വതയായില്ല. കോൺഗ്രസിൽ തന്നെ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ പിന്നെ മന്ത്രി ഓഫീസും ആയി ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. ഞാൻ അറിഞ്ഞ അങ്ങനെ. കോൺഗ്രസിന് വേണ്ടി മഹാത്യാഗമൊന്നും ചെയ്തിട്ടുമില്ല. എന്തായാലും ശരി, ഉടൻ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൊടുത്തു. അത് പാളി. ആ കാലത്ത് ഇതൊക്കെ കുറേ ഉണ്ടായി. എല്ലാവരും അല്ല, കുറേ ഇതുപോലെയുള്ള കാര്യങ്ങൾ. ആ ബോർഡിൻ്റെ തകരാറാണ്. ഇപ്പം ജയകുമാർ വന്നിട്ടും ജയകുമാർക്ക് അത് തടയാൻ വേണ്ടത്. കാരണം ജയകുമാർ ഇസ് വെരി സോഫ്റ്റ് മാൻ, ജെന്റിൽമാൻ, നോ കറപ്ഷൻ, പക്ഷെ ജെന്റിൽമാൻ. പക്ഷേ എല്ലാം ഉരുക്കുമുഷ കൊണ്ട് കൈകാര്യം ചെയ്തില്ലല്ലേ. കാട്ടുകള്ളന്മാർ, അയ്യപ്പൻ്റെ വിഗ്രഹന്മാരെ കടത്തുന്നവന്മാരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം അവരെയൊക്കെ നേരിടണം. ഈ ബോർഡിന് അത് കഴിയണം. കാരണം ഈ ബോർഡ് കുറ്റമൊന്നും ചെയ്ത ബോർഡല്ല. അപ്പം ഇതൊക്കെയാണ് ഉണ്ടായത്. ആ ബോർഡാണ് ഉത്തരവാദി. ഈ ശബരിമല ക്ഷേത്രം കാനനത്തിലല്ലേ, അവിടെ പോയി ക്യാമ്പ് ചെയ്യാനും സ്ഥിരമായി അവിടെ കയറി പ്രവർത്തിക്കാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിയത്തില്ല. മന്ത്രിക്ക് ഒട്ടുമേ കഴിയില്ല. അവിടെ നടക്കുന്ന ഒന്നും മന്ത്രി അറിയണമെന്നേ ഇല്ല. മന്ത്രി അറിയണമെങ്കിൽ ദേവസ്വം വകുപ്പിലൊരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്, IAS. ജയകുമാർ സാറ് ഞാൻ മിനിസ്റ്ററായിരുന്നപ്പോൾ ദേവസ്വം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ഈ ശബരിമല കമ്മിറ്റിയുടെ ചെയർമാനായിട്ടൊക്കെ വെച്ചത് നമ്മുടെ കാലത്താണ്. അപ്പോൾ ഈ ദേവസ്വം പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയണം. അദ്ദേഹം അറിയണമെങ്കിൽ ദേവസ്വം കമ്മീഷണർ പറയണം. അതൊരു ഉദ്യോഗസ്ഥരാണ് ദേവസ്വം കമ്മീഷണർ. അത് പറയണം. ദേവസ്വം കമ്മീഷണർ എല്ലാം അറിയേണ്ട ആളാണ്. കാരണം ശബരിമല ദേവസ്വവുമായി നിരന്തരം ബന്ധമുണ്ടാകുന്ന ഒരാളാണ് ആര്? ദേവസ്വം കമ്മീഷണർ. പിന്നെ അവിടുത്തെ ശാന്തി അദ്ദേഹത്തെ പങ്കുണ്ടെന്നുള്ളത് അദ്ദേഹം അറിയാതെ ഒന്നും നടക്കുന്നത്. അവിടെ നടന്നു എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. കാരണം ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഇത് കാണുന്നില്ലെങ്കിൽ അറിഞ്ഞു എടുത്തോണ്ട് പോയത് അറിയത്തില്ല. അവിടെ അദ്ദേഹം ശാന്തി അവിടെ താമസമാണ്. പുറപ്പെടാൻ ശാന്തി എന്നൊക്കെ അല്ലേ പറയുന്നത് ആ കാലത്ത്. അതുപോലെ തന്നെ തന്ത്രി അദ്ദേഹത്തിന് അദ്ദേഹത്തോടുണ്ട്. ഞാൻ മിനിസ്റ്ററായിരിക്കും എന്നെ സ്നേഹപൂർവ്വം അകത്ത് കൊണ്ടുപോയി. അകത്ത് മുറിയുണ്ട് ഈ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ പുറകിൽ മുറി. അവിടെ കൊണ്ടിരുന്ന് നല്ല ചായയും ഇതൊക്കെ തന്നിട്ടുണ്ട്, പലഹാരമൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എൻ്റെ സംവിധാനം. അപ്പോൾ ആ തരത്തിൽ ഇവരൊക്കെ അറിയും. അവിടുത്തെ ഓരോ പീഴുണ്ട് പോലും അറിയാം. അറിയാവുന്നവർ പറയും. ഇവരാരോട് പറയണം? ദേവസ്വം സെക്രട്ടറിയോട് പറഞ്ഞാൽ അദ്ദേഹം അറിയത്തില്ല. IAS അങ്ങനെ അറിയും. ആരെങ്കിലും പറയാതിരിക്കത്തില്ല എന്നുള്ള ധാരണ എനിക്കുണ്ട്. പക്ഷേ മിനിസ്റ്റർ അറിയണമെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിക്കണം. അല്ലെങ്കിൽ പിന്നെ മിനിസ്റ്റർക്ക് നേരിട്ടുള്ള സംവിധാനം വേണം അവിടെ. ഒരു സംഘടനയും ഇത് അറിയിക്കത്തില്ല. സംഘടനയല്ലേ, ഒരു സംഘടനയും ഇതൊന്നും അറിയിക്കത്തില്ല. നമ്മുടെ സർവീസ് സംഘടനകളെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് പോയി പ്രസംഗിക്കുന്നത് അവർക്ക് വേണ്ടി. ഇനിയിപ്പോൾ പക്ഷേ മൗലികമായൊരു ന്യൂനതയാണ്. ഒരു കുറ്റകൃത്യം നടന്നാൽ അറിയിക്കത്തില്ല. ഒരു ജീവനക്കാരൻ കുറ്റം ചെയ്തവർ പറയത്തില്ല. അങ്ങനെ ഈ സർവീസ് സംഘടനയുടെ ഒരു പ്രശ്നമാണത്. മന്ത്രി അറിയണമെന്നില്ല. എന്നാൽ മന്ത്രിക്ക് വേറെ വഴികളൊക്കെ നോക്കുന്ന ആളാണ് അറിഞ്ഞത്. എന്തായാലും അവരെ ഇപ്പം പ്രൈമ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ദേവസ്വം പ്രസിഡന്റ് അതല്ല, ദേവസ്വം മെമ്പർമാരതല്ല. അത് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ അവിടെ ഓരോന്നും എണ്ണായിരം കാണിച്ചാലല്ല ഞാൻ പിരിച്ചു വിട്ടത്. ഒരു ബോർഡിനെ ഇന്ത്യയിൽ എവിടെ നിന്ന് പിരിച്ചു വിട്ടത്? അവിടെ വലിയ കുഴപ്പമുണ്ടാവും. സുപ്രീം കോടതി തടയുന്നൊക്കെ പറഞ്ഞ് തടയട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ
പുറകിൽ 2 ഉഗ്രൻ ശക്തികളുണ്ടായിരുന്നു. വി ആർ കൃഷ്ണയ്യർ, പരിപൂർണ്ണ സ്വാമി. ഒരാഴ്ച 5 തവണ എന്നെ വിളിക്കും. ശക്തമായിട്ട് മുന്നോട്ട് പോക്കണം, സുധാകരന് മാത്രമേ ചെയ്യാൻ പറ്റൂ, ശക്തമായിട്ട് പോക്കണം പറയും. എല്ലാ നിയമകാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഞാൻ പിന്നെ എറണാകുളത്ത് പോയി കാണുമായിരുന്നു. നിയമമൊക്കെ തയ്യാറാക്കിയപ്പോൾ അവരെ കാണിച്ചിട്ടാണ് ചെയ്തത്. അത് നന്നായിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ തരത്തിലൊക്കെയുള്ള ബന്ധപ്പെട്ട് അറിവുള്ളവരുമായിട്ട് ചേർന്ന് വേണം നമ്മളിതൊക്കെ നയിക്കാൻ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ, ആരാധനാലയം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വികാരമാണ്. എല്ലാവരും ഭൗതിക വാദത്തിനൊന്നും അടിയുറച്ചൊന്നും പ്രത്യയശാസ്ത്രപരമായിട്ടായിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദീർഘപാരമ്പര്യമുള്ള കേരളത്തിൽ പോലും ജനങ്ങൾ ഭൂരിപക്ഷവും വിശ്വാസികളല്ലേ. അതെ. അതങ്ങനെ വേഗം മാറത്തില്ല. അതാണ് ആ വ്യവസ്ഥയുടെ ഭാഗമാണ്. വിശ്വാസികൾ ഭൂരിപക്ഷം നിഷ്കളങ്കരുമാണ്. ഒരു ചെറിയ ന്യൂനപക്ഷമാണ് മുതലാക്കുന്നത്, നല്ല കാശൊക്കെ ഉണ്ടാക്കി കൊള്ളയടിച്ച്. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അയ്യപ്പ സംഘം അതാവശ്യമായിരുന്നു. ആവശ്യമാണെന്ന് ഗവൺമെൻറ് തോന്നിയോണ്ടല്ലേ നടത്തിയത്. ആവശ്യമല്ലെന്ന് എനിക്ക് തോന്നേണ്ട കാര്യമൊന്നും. ഞാൻ പോയില്ല, എന്നെ ആരും വിളിച്ചില്ല. വിളിച്ചാലും ഞാൻ പോകാനിടയില്ല, കാരണം എനിക്ക് അവിടെ പലപ്പാൻ വയ്യ. അത് ഗവൺമെൻറ് നോക്കിയതാണ്. പക്ഷേ അങ്ങ് ദേവസ്വം മന്ത്രിയായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കുമായിരുന്നു. അല്ല, അതൊരു ക്വസ്റ്റ്യൻ അല്ല. സംഘടിപ്പിച്ചിട്ടില്ലല്ലോ. ഇല്ല. ഞാനെന്നല്ല മുമ്പ് ഒരു കാലത്ത് സംഘടിപ്പിച്ചിട്ടില്ല, ഒരു മന്ത്രി സംഘടിപ്പിച്ചിട്ടില്ല. അങ്ങനെ പ്രപ്പോസൽ നമ്മുടെ അടുത്ത് വന്നിട്ടില്ല. വന്നാൽ നമ്മളപ്പോൾ അഭിപ്രായം പറയും. അതിനൊന്നും പ്രശ്നമില്ല. സഖാവ് പിണറായി വിജയനോട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട അതനുസരിച്ച് നിൽക്കത്തുള്ളൂ. അതിൻ്റെ പേരിലൊക്കെ നടന്ന കോടിക്കണക്കിന് രൂപയുടെ എന്തൊക്കെ വരുന്നു ഇപ്പോൾ പത്രങ്ങളിൽ വരുന്നു. ചിലവുകൾ, ഒരുപാട് ചിലവുകളുണ്ട്. വലിയ കുഴപ്പങ്ങളാണല്ലോ പത്രത്തിൽ കണ്ടുകൊണ്ട്. അതെ. ഇപ്പോൾ 1.5 ലക്ഷം രൂപയുടെ കട്ടിൽ മുഖ്യമന്ത്രിക്കായിട്ട് വാങ്ങി. അതെ, അത് 1.5 ലക്ഷം രൂപയുടെ കട്ടിൽ മുഖ്യമന്ത്രിക്ക് എന്താ അറിയാൻ വേണ്ടിയാണ് ചോദിക്കുക. ആ കട്ടിൽ എന്തുകൊണ്ടാണ്? തടി കൊണ്ടല്ലേ? തടി കൊണ്ടാണല്ലോ. ഇരുമ്പോണ്ടുണ്ടാക്കിയ കട്ടിലത് ഗുണമുള്ളതല്ലോ. ചുമ്മാ അതല്ല. അവിടെ ദേവസ്വം ഗസ്റ്റ് ഹൗസ് പുതുക്കി പണിയുകയോ നവീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇടാൻ, അവിടുത്തെ ഗസ്റ്റ് മുറി ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അത് മുഖ്യമന്ത്രി, ഗവർണർ വന്നാണ് ഉപയോഗിക്കാം. അതെ. പ്രൈം മിനിസ്റ്റർ വന്നാണ്, ദേവസ്വം മന്ത്രിക്ക് ഉപയോഗിക്കാം. VVIPകൾക്ക് അതങ്ങനെ കണ്ടാൽ മതി. അതിൻ്റെ പിന്നിലും ഇത്തരം ഒരു അയ്യപ്പ സംഗമമൊക്കെ സംഘടിപ്പിക്കുന്നതിന് പിന്നിലും എന്തെങ്കിലും ഒരു ദുഷ്ടശക്തി ഇയാളുടെ ചെയ്തത് പ്രശാന്ത് അയാളുടെ കാലത്തല്ലേ? അതെ. അയാളുടെ കാഴ്ചപ്പാടായിരിക്കും. അത് കോൺഗ്രസിൽ നിന്ന് വന്നാൽ അയാളുടെ കാഴ്ചപ്പാടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അതേ കുറിച്ച് അന്ധവിശ്വാസ അനാചാരത്തിനും ദേവസ്വങ്ങളെ ദുർവിനിയോഗത്തിനെതിരെ ഒരു നിലപാടിലെടുത്തില്ലല്ലോ. ഞങ്ങളെടുത്തത് അതല്ലേ. അതെ. ദേവസ്വം മന്ത്രിയായി ഞാനെടുത്ത് ജനങ്ങളത് അംഗീകരിച്ചല്ലോ. അംഗീകരിപ്പിക്കാൻ എനിക്കറിയാം. കാരണം ഞാൻ വിശ്വാസികളോടൊപ്പമാണ്. ഞാൻ അമ്പലത്തിലോ ഇവിടെ പോയി ഞാൻ തൊഴുത് നിൽക്കാറില്ല. എക്സ്പ്ലോയിറ്റേഴ്സ് ഒഴിച്ചുള്ള മുഴുവൻ ആളുകളുടെയും പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അതൊക്കെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഇല്ലേ? അതെ. അവരുടെ ദേവാലയത്തിൽ ഞാൻ പോകാതെ ഹിന്ദു ക്ഷേത്രത്തിൽ പോയി മാത്രം ഞാൻ ആരാധിക്കുന്ന എന്തിന് ഒരു മന്ത്രി അത് ചെയ്യാൻ പാടില്ല. ഓരോ മന്ത്രിമാർ കമന്ന് കിടക്കുക. UDFിൻ്റെ കാലത്താണ്. ദൈവം അവരുടെ കൂടെയാണെന്ന മട്ടിലാണ് കാട്ടുകള്ളന്മാർ പലരും ചെയ്തുകൊണ്ട് അഴിമതിയെല്ലാം കാണിച്ചു. അതൊന്നുമല്ല. ദൈവം ആരുടെയും കൂടെയല്ല. ദൈവം എന്ന് പറഞ്ഞൊരു സങ്കല്പമാണ്, ഒരു ചലനശക്തിയാണ് ഈ പ്രപഞ്ചത്ത്. ആ ചലനശക്തിയെ ദൈവം എന്നുള്ള പല പല സങ്കല്പങ്ങളിൽ വ്യാഖ്യാനിച്ചാണ് ഇപ്പോൾ ഇതിനൊക്കെ വന്നിട്ടുള്ളത്. അതിന് ബേസിസ് മോശനാണ്, ചലനമാണ്. അങ്ങനെ പ്രപഞ്ചം നിലനിൽക്കുന്നത്. പ്രശാന്തിൻ്റെ അപ്പോയിൻമെൻറ്റ് പാളി. പക്ഷേ പത്മകുമാർ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതിയാണ്. വളരെ ബെൽറ്റഡായ കേഡറായിരുന്നു അദ്ദേഹം. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ മോഷണവുമായി ബന്ധപ്പെട്ട് ജയിലിലായിട്ട് പോലും അദ്ദേഹത്തെ പാർട്ടി സംരക്ഷിക്കുകയാണ്. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല. ഇതൊരു ഇരട്ടത്താപ്പല്ലേ? അല്ല, പാർട്ടിയുടെ വിശ്വാസം അദ്ദേഹം കുറ്റം ചെയ്തു എന്നുള്ളത് അവർക്ക് വിശ്വാസമായി കാണത്തില്ല. അത് വരട്ടെ എന്നുള്ള വെയിറ്റ് ചെയ്യാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പ്രശാന്തിനെ അപ്പോയിന്റ് ചെയ്ത് പാളി എന്ന് പറയുമ്പോൾ പ്രശാന്ത് പാർട്ടിക്കാരൊന്നുമല്ല, പിന്നെ പാർട്ടി ചേർന്നല്ല. പാർട്ടിക്കാരനായ പത്മകുമാർ ഇപ്പോൾ ജയിലിലായില്ലേ? പാർട്ടിക്കാർ കൂട്ടുകാരൻ മുതലേ പാർട്ടി പ്രവർത്തനം ആയില്ലെന്നല്ല, ആയല്ലോ. ജയിലിൽ കിടന്നോ ജയിലല്ല, അതല്ല. യഥാർത്ഥത്തിൽ അയാളുടെ പങ്കെന്താണെന്നുള്ളത് പാർട്ടിക്ക് സംശയാതീതമായി വ്യക്തമായിട്ടില്ലെന്നുള്ളതുകൊണ്ടാണ് നടപടിയെടുക്കാത്തത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സെക്രട്ടറിയാണ് പറഞ്ഞത്. അതിൻ്റെ മേളിൽ ഒന്നും പറയേണ്ട കാര്യമിരിക്കില്ല. എനിക്ക് നല്ല അറിയാവുന്ന ആളുമാണ്. ഞാൻ കൗതുകരമായിട്ട് ചോദിച്ചോട്ടെ, പലപ്പോഴും ഇപ്പോൾ ഈശ്വര ഭക്തിയെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ ശബരിമല മകരവിളക്കിന് നട തുറക്കുമ്പോൾ എല്ലാ മന്ത്രിമാരും ഫ്രണ്ടിലുണ്ടാവും. ഞാൻ കൗതുകരമായി നിരീക്ഷിച്ചിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ താങ്കളായാലും വാസവനായാലും കമ്മ്യൂണിസ്റ്റ് ദേവസ്വം മന്ത്രിമാർ ഒരിക്കലും തൊഴാറില്ല. വാസവൻ തൊഴുന്നുണ്ട് ഇപ്പോഴും അല്ലേ? ഇല്ല.
അപ്പോൾ അത് എന്തുകൊണ്ടാണ്? കാരണം ബാക്കി എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിമർശനങ്ങളും ഒക്കെ വാസവന്റെ കാര്യം എനിക്കറിയില്ല. അദ്ദേഹം അവിടെ നിന്ന് തൊഴുതോ ഇല്ലെന്ന് ഇല്ല. ഇല്ലായിരിക്കും. ഇല്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തൊഴുതിട്ടില്ല. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി, പക്ഷെ ഞാൻ വളരെ വിനീതമായി ബഹുമാനത്തോടുകൂടി നിൽക്കും. അതിന് നിൽപ്പുണ്ട്. വളരെ വിനീതമായി. ഇനി ഞാൻ തൊഴുതില്ല. തൊഴുതാൻ കാരണം എന്താ? ഞാൻ ക്രിസ്ത്യൻ പള്ളിയിലും തൊഴുതിട്ടില്ല, മുസ്ലിം പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടില്ല. ഞാൻ പിന്നെ ഇവിടെ മാത്രം എങ്ങനെ ചെയ്യും? ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, എല്ലാവരുടെയും മന്ത്രിയാണ്. എനിക്ക് പ്രത്യേക റിലീജിയനോട് പ്രത്യേക കൂറൊന്നുമില്ല, കൂറുകേടുമില്ല. ഭക്തജനങ്ങളുടെ കൂടെയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നത് മാത്രമാണ് ദേവസ്വം ബന്ധുക്കളുടെ ജോലി. വെള്ളം വേണേൽ വെള്ളം, മറ്റ് സൗകര്യങ്ങൾ, കഴിയാവുന്ന യാത്രാ സൗകര്യങ്ങൾ, ഇതെല്ലാം സാധിച്ചു കൊടുക്കണം. ഭരണപരമായ ഉത്തരവാദിത്തമാണ്. അവിടെ നിങ്ങൾ ഭക്തി അഭിനയിക്കേണ്ട കാര്യമില്ല. ഞാൻ 18-ാം വയസ്സിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായി പൂർണ്ണസമയ പ്രവർത്തകരായി മാറി. അതിന് മുമ്പ് തന്നെ മെമ്പർഷിപ്പ് കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥമൊന്നും എന്നറിയത്തില്ല. പഠിക്കാൻ മിടുക്കനായാണ് നാട്ടുകാർ സാഹചര്യത്തിൽ തന്നതാണ്. അതിനുശേഷം ഞാൻ ഒരു ദേവാലയത്തിൽ പോയി തൊഴുതിട്ടില്ല. കാരണം അതുകൊണ്ട് കാര്യമില്ല. അത് പക്ഷേ ഭക്തജനങ്ങൾക്ക് തൊഴണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു. അതാണ് ദേവസ്വം ബന്ധങ്ങൾ. ഗുരുവായൂരിൽ വാട്ടർ ഷോർട്ടേജ് വന്നപ്പോൾ വാട്ടർ ടാങ്ക് കെട്ടി കൊടുത്ത് വെള്ളം കൊടുത്തു. ആ വാട്ടർ ടാങ്ക് ഉദ്ഘാടനം ചെയ്തു. ഞാൻ പോയി ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി എൻ്റെ വിനീതമായി നിന്നു. ബഹുമാനം കാണിച്ചിട്ട് ഞാൻ ഇനി പോന്നു. അടുത്ത് കഴിഞ്ഞ് കൂടി അസംബ്ലിക്കകത്ത് ആരാ KC ജോസഫ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ്, സീനിയറാണ്. അദ്ദേഹം ഒരു ഉപക്ഷേപമായിട്ടൊക്കെ എഴുന്നേറ്റു. അവിടെ ജയസുധാകരൻ അയ്യപ്പനെ തൊഴുതില്ല, അവിടെ ദേവസ്വം മന്ത്രിസ്ഥാനം രാജിവെക്കണം. ഉടനെ ലീഗിൻ്റെ രണ്ടത്താണ് കയറി ഞാൻ നിയമം തുറച്ചു. കുറച്ച് നേരം ഒരു ബഹളം, വേറെ ആരൊന്നും പറഞ്ഞല്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റാൽ മറുപടി പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വക്താവാണോ? അല്ലല്ലോ. നിങ്ങളെന്താ മുസ്ലിം പള്ളി ഞാൻ വന്ന് നിസ്കരിക്കാൻ ചെന്ന് ചോദിക്കാൻ ചെന്താ? എന്താ, ഞാൻ മുസ്ലിം പള്ളി പോയിട്ടുണ്ടല്ലോ. മുസ്ലിങ്ങൾക്ക് എന്നോട് ഭയങ്കര കാര്യം. ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് അമ്പലപ്പുഴയിൽ. ഞാനുണ്ട്, അവരെനിക്കേ ചെയ്യത്തുള്ളൂ. മുസ്ലിം സ്ഥാനാർത്ഥി എനിക്കെതിരെ കഴിഞ്ഞോണ്ട് വന്നു. PK കുഞ്ഞിൻ്റെ കൊച്ചുവൻ CP ഹാരിസ് 40,000 വോട്ടാണ് കിട്ടി, എനിക്ക് 62,000. അതാ വ്യത്യാസം. മുസ്ലിം ബൂത്തിലൊക്കെ എനിക്കായിരുന്നു ഭൂരിപക്ഷം. ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി, ക്രിസ്ത്യൻ പള്ളി ചടങ്ങിന് പോകാറുണ്ട്. അവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ ഇരുന്നിട്ടുണ്ട് മുമ്പിൽ. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അത് വിശ്വാസികളുടെ ജോലിയാണ്. ഞാൻ ഒരു മതത്തിനോടും അറ്റാച്ച് ചെയ്ത ആളല്ല. എന്നാൽ എല്ലാ മതങ്ങളിലുള്ള സർവമാന വിശ്വാസികളോട് സ്നേഹവും ആദരവും, അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. ഇതാണ് സ്റ്റേറ്റ്മാൻഷിപ്പ്, രാഷ്ട്രതന്ത്രം. ഞാൻ അവിടെ പോയി കൈകൂപ്പാൻ ഞാൻ കള്ളനാണെന്ന് അപ്പോഴേ ആള് പറയും. ഒരിടതുപക്ഷക്കാരൻ പോയി കൈകൂപ്പി നിന്ന ഇതുവരെ കൈകൂപ്പിയില്ല. അവിടെ പോയി കൈകൂപ്പി അവൻ്റെ കള്ളനാണ്, ആളെ പറ്റിക്കാനാന്ന് പറയും. ആ പേര് ദോഷം എന്താണ് വരുന്നത്? ആൾക്കാർക്കൊരു തർക്കമില്ല. ഞാൻ വീണ്ടും ഇവിടെ ജയിച്ചു. അമ്പലപ്പുഴ മഹാക്ഷേത്രം അവിടെ സ്ഥലമാണ്, ഭരതപ്പുഴ ക്ഷേത്രമുണ്ട്, മുണ്ടക്കൽ ക്ഷേത്രമുണ്ട്. അവിടെ എല്ലാം എനിക്കല്ല വോട്ട് കിട്ടി. വിശ്വാസികളെല്ലാം വോട്ട്, ന്യൂനപക്ഷക്കാരൻ തന്നല്ലോ. അപ്പോൾ ഒരാളെ ജനങ്ങൾ പൂർണ്ണമായി എന്നെ പൂർണ്ണമായിട്ട് ഒരു മനസ്സിലാക്കി. എനിക്ക് പ്രത്യേക കളങ്കങ്ങൾ മനസ്സിലില്ല. ഞാൻ അവരോട് വിശ്വാസവഞ്ചന കാണിക്കില്ല. ചെയ്യാവുന്നതെല്ലാം ചെയ്തു തരും. മനുഷ്യ സഹജമായ ചെറിയ ദൗർബല്യമൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. അതൊക്കെ മനുഷ്യ സഹജമാണ്. സമൂഹത്തിന് ദോഷം ഉണ്ടാക്കുന്നതോ ഒന്നുമല്ല, രാജ്യത്തിന് ദോഷം ഉണ്ടാക്കുന്നതോ ഒന്നുമല്ല, ഉണ്ടായിട്ടുണ്ടാവായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് വരുവാണ്. ആ ശബരിമല കേസ് വീണ്ടും വരുന്നു. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കേസ് ഉം. പരിഗണിക്കുകയാണ്. സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നൊരു വ്യക്തത ഇതുവരെ വരുത്തിയിട്ടില്ല. അത് വരും, വ്യക്തത വരും. എങ്ങനെയായിരിക്കും ആ വ്യക്തത? അല്ല, അത് പറയാൻ പറ്റില്ല. വ്യക്തത എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇവിടെ മുഖ്യമന്ത്രി ക്യാബിനറ്റും ഒക്കെ ഇല്ലേ, അത് അവർ തീരുമാനിച്ചോളും. ദോഷമില്ലാത്ത കാര്യത്തിൽ തീരുമാനിക്കും. ഇപ്പം താങ്കൾ ദേവസ്വം മന്ത്രിയായിരുന്ന കാലയളവിൽ ഉം. ആയിരുന്നു എന്ന് കരുതിയാൽ ഈ സ്ത്രീ പ്രവേശനത്തെ ഉം. താങ്കൾ അനുകൂലിക്കും? പിന്നെ സ്ത്രീ പ്രവേശനത്തെ, അതായത് 50 വയസ്സ് കുറയാത്തവർ കയറാൻ പാടില്ല എന്നുള്ളതല്ലേ? അതെ. ഞാൻ ആ ദേവസ്വം നിയമത്തിൽ തന്നെ ഒരു ബോർഡ് മെമ്പറെ എടുത്തപ്പോൾ 50 വയസ്സ് പൂർത്തിയായിരിക്കണമെന്ന് പറഞ്ഞ് അവിടെ കയറാൻ വേണ്ടിയാണ്. ഉം. അന്ന് കയറാൻ ഒക്കത്തില്ല. അതെ. അത് വിവാദ വിഷയമല്ലെന്ന്. വിവാദ വിഷയമായത് പിന്നീട് 2-3 പെണ്ണുങ്ങൾ കറുത്ത ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയി കയറിയപ്പോഴേ അത് പ്രശ്നമുണ്ട്. ഒരു സെക്ടേറിയൻ ഇഷ്യൂ പോലെയാണ് വന്നത് ജനം കണ്ടത്. അതായത് ഇങ്ങനെ വാശി പിടിച്ച് ശബരിമലയായിട്ട് ബന്ധമില്ലാത്ത കുറച്ച് പെണ്ണുങ്ങൾ പോയി പോലീസ് അകമ്പടിയോടെ പോയി കയറുക. അത് പബ്ലിക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനൊരു നിലപാടിലേക്ക് ഒന്നും ഇനി ഗവൺമെൻറ് പോകുന്ന ഞാൻ കരുതുന്നുണ്ട്. പരിണതപ്രകാരായ മുഖ്യമന്ത്രി എല്ലാവരും ഉണ്ടല്ലോ, അവർ തീരുമാനിച്ചോളൂ. അങ്ങനൊരു എന്താ പറയുക, സെക്രട്ടേറിയറ്റ് നിലപാടിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. അന്ന് സ്ത്രീകൾ പോലീസ് അകമ്പടിയോടുകൂടി അവിടെ കയറിയത്
അതിനെ അനുകൂലിക്കുന്നുണ്ട്. അല്ല, അനുകൂലിക്കുന്ന പ്രതികരണമല്ല, അതൊരു സ്റ്റേറ്റ്മെൻഷിപ്പ് അല്ലായിരുന്നു. അല്ലായിരുന്നു. അല്ല, അത് ഉറപ്പല്ല. കാരണം ഈ 3 പേർക്ക് മാത്രമേ ഉള്ളൂ വാശി. ഈ 3 പേര് ഈ വാശിയായിട്ട് വരാൻ എന്തുവാ കാര്യം? അതൊരു യാന്ത്രിക യുക്തിവാദത്തിൽ നിന്നുണ്ടായത്. യുക്തിവാദം രണ്ട് തരം: ശാസ്ത്രീയ യുക്തിവാദവും യാന്ത്രിക യുക്തിവാദം. യാന്ത്രിക യുക്തിവാദികൾക്ക് വളരെ യാന്ത്രികമാണ്. അവർ പ്രായോഗികവും മാർക്സിസം പ്രായോഗിക യുക്തിവാദമാണ്, ശാസ്ത്രീയ യുക്തിവാദമാണ്, യുക്തിയാണത്. പക്ഷേ യാന്ത്രികമല്ല. അതാ വ്യത്യാസം. അപ്പം സർ, അതൊക്കെ സർക്കാരിന് അക്കാര്യത്തിൽ ആ സ്ത്രീ പ്രവേശന കാര്യത്തിൽ ഒരു പിടിവാശിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അതെന്തോ അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ മതി. പിടിവാശികളാണോ എന്ന് എനിക്ക് അറിയില്ല. ഏതായാലും അതിപ്പോൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഗവൺമെൻറ് ഇനിയിപ്പോൾ വളരെ ജനങ്ങളുടെ താല്പര്യം നോക്കിക്കൊണ്ട് തീരുമാനം എടുക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ശബരിമല മോഷണവുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉം. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തി വരികയാണ്. ഉം. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ കണ്ഠര് രാജീവരുടെ കാര്യത്തിലാണ് കോടതി പറഞ്ഞത് തെളിവിന്റെ കണിക പോലുമില്ല ഗൂഢാലോചനയുടെ. 41 ദിവസമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത്. ഇത് എന്തെങ്കിലും ഒരു കോൺസ്പിറസിയുടെ ഭാഗമാണോ? കാരണം അദ്ദേഹത്തെ നടയടച്ചു, അതായത് സ്ത്രീകൾ കയറാൻ വന്നപ്പോൾ നടയടച്ചതിൻ്റെ പ്രതികാര നടപടിയായിട്ടാണ് അദ്ദേഹത്തെ ജയിലിൽ ഇട്ടതെന്നാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത്. തന്ത്രിക്ക് അതിൽ പങ്കില്ല എന്ന് കോടതി പറഞ്ഞല്ലേ? പങ്കില്ലെന്നല്ല, ആരോപണം ശരിയല്ല എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ SIT വെച്ചത് കോടതിയല്ലേ? കോടതി പറയുന്നത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് പൊതുവെ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് പങ്കില്ലെങ്കിൽ ഇല്ല. പങ്കെന്നോണം സംശയത്തിലായിരിക്കും അദ്ദേഹം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് കോടതി തന്നെയല്ലേ? അത് കോടതി തന്നെയല്ലേ അടച്ചത്? SIT നിയമിച്ചത് ഹൈക്കോടതിയല്ലേ? അവർ റിപ്പോർട്ട് ഇതെല്ലാം കോടതി തന്നെയാണ്. ഇതെല്ലാം ചെയ്തിരിക്കുന്ന കോടതിയാണ്. ജയിലിൽ അടപ്പിച്ചതും കോടതി, അടച്ചതും കോടതി, അത് ഉത്തരവാദിത്തം. അപ്പോൾ കോടതി പറയുന്നത് ഏതാണെന്ന് വ്യക്തമെന്ന് കോടതിക്ക് ഇനിയും വ്യക്തമാക്കാം. 41 ദിവസം ജയിലിൽ കിടന്നു. അതെ, അയാൾ കോമ്പൻസേഷൻ ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും. ഹൈക്കോടതി നിയമിച്ച SIT അറസ്റ്റ് ചെയ്യുമ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. അവരത് മാത്രമല്ല, സാറ്റിസ്ഫാക്ഷൻ പ്രകടിപ്പിച്ചല്ലോ SITയുടെ പ്രവർത്തനത്തിൽ. അപ്പോൾ എവിടെയാണ് എന്താണെന്നൊക്കെ നോക്കണം. കോടതിക്കും തെറ്റുപറ്റിയാൽ കോടതിക്ക് തിരുത്താമല്ലോ. ആസൂത്രണം ഗൂഢാലോചനയാണെന്നൊരു വ്യക്തി പറഞ്ഞാൽ അന്വേഷിക്കണമെന്ന് അയാൾക്ക് എഴുതി കൊടുക്കാം, അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. അന്വേഷിക്കുമല്ലോ, അന്വേഷിക്കട്ടെ. ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ജി സുധാകരൻ ഇത്തവണ മത്സരരംഗത്തുണ്ടാവും. പാർട്ടി തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക്. ഞാൻ ജയിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണ ഞാനൊരു 50,000 വോട്ട് ജയിച്ചത്. ഞാൻ ഈ അടിസ്ഥാന വികസനമെല്ലാം പിണറായി ഗവൺമെൻറ് നടത്തി അങ്ങനെ എല്ലാ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളും മുഴുവൻ ജനങ്ങളും ശ്രദ്ധിച്ചൊരു കാലമാണ്. പലപ്പോഴും നമ്മൾ പറയേണ്ട കാര്യമില്ല. മുമ്പ് 2 തവണ ഞാൻ ജയിച്ചതുമാണ്. 2 അല്ല 3 തവണ. 15 വർഷം തുടർച്ചയായി ഞാൻ മാത്രമേ ഇവിടെ ജയിച്ചിട്ടുള്ളൂ. ഇടതുപക്ഷ മണ്ഡലമൊന്നും അല്ലായിരുന്നു. 2005 ഞാൻ വന്ന ശേഷമാണ് ഇടതുപക്ഷ മണ്ഡലമായിട്ട്. എന്നിട്ട് അതിനിടയ്ക്ക് ഒരു തവണ UDF ജയിച്ചു. പക്ഷേ ഞാൻ ജയിച്ചു. MLA ആയിട്ട് ഞാനിവിടെ ജയിച്ചു. ഗവൺമെൻറ് വന്നിട്ട് ഞാൻ ജയിച്ചു. 2006 ശേഷം ഇവിടെ UDF ജയിച്ചിട്ടേ ഇല്ല. പൂർണ്ണമായും LDF മണ്ഡലമായി മാറ്റിയെടുത്തതിൽ നേതൃത്വപരമായി പങ്കുവഹിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഒരു 50,000 കൂടുതൽ കിട്ടും. അതിന് മുമ്പ് 23 കിട്ടിയത്. പക്ഷേ മത്സരിക്കേണ്ട 2 ടീമായി മത്സരിക്കേണ്ട ഞാനും ഐസകൊക്കെ മാറി. അതിനകത്ത് മത്സരിച്ചില്ല. പകരം ഒരു സഹാബിനെ നിർത്തി. അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. DS പോലും ഇവിടെ 5,000 കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ജയിച്ചത് 2 തവണ ജയിച്ചു. DS അവസാനം 7,000 തോറ്റാണ് 77 അടിയന്തരാവസ്ഥ കഴിയേണ്ട ഇലക്ഷനിൽ ആലപ്പുഴ ജില്ലയിൽ ആരും ജയിച്ചില്ലായിരുന്നു. പാലക്കാട് ഇടതുപക്ഷം ആരും ജയിച്ചില്ലല്ലോ, 0 പിന്നെ 80 പോലും വീണ്ടും ജയിച്ചോടെ. 11,000 വോട്ട് കിട്ടി. കിട്ടാവുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. എൻ്റെ പിൻഗാമി എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്നെ പ്രസംഗിച്ചത്. എല്ലാവരുടെയും ക്യാമ്പയിൻ അതായിരുന്നു. അപ്പോൾ ഞാൻ 10-15 വർഷം MLA ആയിരുന്നു നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്നിട്ട് 23,000 വന്നുള്ളൂ. കുറച്ചുകൂടി വരുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ചാൽ ഞാൻ മാറിക്കൊടുത്തു, എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ 5 വർഷം കഴിഞ്ഞു. ശരി, ഒരു തവണ കൂടെ ജീവസാരം മത്സരിക്കട്ടെ, ലാസ്റ്റിലുള്ള മത്സരം എൻ്റെ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ജയിക്കുകയും ചെയ്യും. പക്ഷേ പ്രായപരിധിയും ടൈമും ഒരു തടസ്സമായിട്ട് വരുമോ? ഇല്ല, പ്രായം ഇതിലില്ലല്ലോ. അത് പാർട്ടിക്കകത്തുള്ള സ്ഥാനത്തിലേ ഉള്ളൂ. ടേമുണ്ടോ ഇപ്പോൾ? അങ്ങനെയാണെങ്കിൽ 2 തവണ തുടർച്ചയായിട്ട് ജയിച്ച ഐസക്കിനെ 3ാമത്തെ തവണ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചേക്കാൻ പത്തനംതിട്ടയിൽ 3 തവണ MLA ആവുകയും 1 തവണ പാർലമെൻറ്റിൽ 4 തവണ തുടർച്ചയായിട്ട് ജയിച്ച ആരിഫിനെ 5ാമത് മത്സരിപ്പിച്ചല്ലോ കഴിഞ്ഞാണ്. തോറ്റുപോയതാണ് കഴിഞ്ഞാണ്. അതെങ്ങനെയാണ്? അങ്ങനെ ആരില്ല. ടൈം ചിലർക്ക് മാത്രമാണോ? അങ്ങനൊന്നും പറയാൻ ഞാൻ സിദ്ധാന്തങ്ങളൊന്നും അവതരിപ്പിക്കുകയല്ല. അവർക്ക് ടൈം ബാധകമില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ.
ബാധകമാക്കണമെന്ന് വാദം എനിക്കില്ല. ജയിക്കുന്നവരെ മത്സരിക്കാവൂ. ജയിക്കുന്നവർ മത്സരിക്കണം. ആദ്യം ചോദിച്ചില്ല തുടക്കത്തിൽ. ജയിക്കുന്നവരെ നോക്കി മത്സരിപ്പിച്ച് ജയിക്കുന്ന MLA അസംബ്ലിയിൽ പോയി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രാജ്യം ശ്രദ്ധിക്കുന്ന പ്രസംഗം നടത്തണം, ഇടപെടൽ നടത്തണം, നിയമസഭയെ ചലനാത്മകമാക്കണം. അതിനെ അങ്ങേയറ്റം എന്താ പറയുന്നത്, ജ്ഞാനം നിറഞ്ഞ ഒരു പ്രസ്ഥാനമാക്കി മാറ്റണം നിയമസഭാ പ്രസംഗങ്ങൾ. അങ്ങനെയുള്ളവരെ അയക്കണം. അങ്ങനെയുള്ളവരാണ് പണ്ട് പോയിക്കൊണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ പുതിയ സഹാക്കളും വരും. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ഏറ്റവും കൂടുതൽ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ 3-4 പേര് വന്നു. ഒരു 55 വയസ്സിന് താഴെയുള്ള 3-4 പേരുണ്ടായിരുന്നു MLA. വലിയ ജില്ലയിൽ ആകെ 6 സീറ്റേ ഉള്ളൂ. 4 പേരും അത്തരക്കാരായിരുന്നു. അതൊന്നും പ്രശ്നമില്ല. പ്രായം കുറഞ്ഞവരായാലും കുഴപ്പം, ആരായാലും അവിടെ പോയി പെർഫോം ചെയ്യും. ഈ ടൈം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും വരുമോ? എനിക്കറിയില്ല, ഞാനതിലൊന്നും ബോധേടല്ല. പക്ഷേ ഈ 10-20 വർഷം MLA, മിനിസ്റ്റർ, പാർട്ടിയിൽ തന്നെ 62 വർഷമായി പാർട്ടി മെമ്പർ, സ്റ്റേറ്റ് കമ്മിറ്റി 42 വർഷം, ജില്ലാ സെക്രട്ടറി ആയിട്ട് 2 തവണ, ജില്ലാ കൗൺസിൽ പ്രസിഡന്റ്, 12 വർഷം പാർട്ടിക്ക് വേണ്ടി സിൻഡിക്കേറ്റ് എല്ലാം ഞാൻ പ്രവർത്തിച്ചു. ജില്ലാ കൗൺസിൽ, ആദ്യത്തെ ജില്ലാ കൗൺസിൽ പ്രസിഡന്റ്. കുട്ടനാട് പോയി താലൂക്ക് സെക്രട്ടറി ആവാൻ പറഞ്ഞു. കൊലപാതകം നടക്കുന്ന കാലം അങ്ങോട്ടും കൊല്ലുക CPM RSകാരും. ഞങ്ങളുടെ ആളുകളെ കൊന്നു, ഞങ്ങളും തിരിച്ചടിച്ചിട്ടുണ്ട്. എന്നൊന്നും പറയാൻ പറ്റത്തില്ല. തലശ്ശേരിയിൽ കിടന്ന കാര്യം അറിയാം. അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് 10-70 വയസ്സ് കടന്ന എന്നെ കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ എന്താ കാണിച്ചത്? ഫേസ്ബുക്കിലൂടെ ആരെങ്കിലും ചോദ്യം ചെയ്തോ? ആരെങ്കിലും എൻ്റെ അച്ഛനെ വിളിച്ചു, ലോക്കൽ കമ്മിറ്റി മെമ്പർ ബിഥുൻ അമ്പലപ്പുഴയിലെ. അത് സുധാ കുരൻ എന്നെഴുതി, രണ്ടാമത് എഴുതി വേറെ പലരെ ആക്ഷേപിച്ചു, അവമാനിച്ചു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പണ്ട് ആലപ്പുഴ നടന്നതല്ലേ, അമ്പലപ്പുഴ നടന്നതല്ലേ. അമ്പലപ്പുഴ അല്ലാതെ വേറെ ഒരു മണ്ഡലത്തിൽ നടക്കുന്നുമില്ല ഇത്. എന്താ കാര്യം? ഇതാണ് റെസ്പെക്ട്, ഈ ചെയ്ത സേവനത്തിലുള്ള പ്രതിഫലം. ഒരു MLA സ്ഥാനത്തിന് വേണ്ടിയൊന്നും പാർട്ടി ചേർന്ന ആളല്ല. എത്ര വയസ്സായിട്ടായിരുന്നു MLA ആയത്? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു MLA ആയത് 50 വർഷം കഴിഞ്ഞാണ്. ഞാൻ ജനിച്ച് 50 വർഷം കഴിഞ്ഞു. പാർട്ടി ഞാൻ ചേർന്ന് 1964 പാർട്ടി ചേർന്നു. പക്ഷേ MLA ആയത് 1996 മാത്രമാണ്. മനസ്സിലായോ? ഞാൻ ക്ഷമയോടല്ലേ ഇരുന്നത്. എനിക്കത് വല്ല എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വിലയിരുത്തിയേ പറ്റൂ. വിലയിരുത്തിയില്ലെങ്കിൽ ഞാൻ തന്നെ വിലയിരുത്തി പറയും. ഐ എം ഫൈറ്റർ. എന്നോട് VS പറഞ്ഞു, സുധാകരൻ ഒരു ഫൈറ്ററാണ്, അതാണ് VSനുള്ള സ്നേഹം. ഇവിടെ ഫൈറ്റർ എന്നുള്ളത് VS ആണ് ആ സ്ഥാനം തന്നത്. ഞാൻ വിദ്യാർത്ഥി നേതാവായിരിക്കുന്ന കാലത്താണ്. ഞാൻ ഫൈറ്ററാണ്, അതാണ്. കമ്മ്യൂണിസ്റ്റ് ഫൈറ്റേഴ്സാണ്. അതിന് പ്രായമൊന്നുമില്ല. ഇത്ര വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഫൈറ്റ് ചെയ്ത് വീട്ടിൽ പോയി കിടന്നോണം. എന്നിട്ട് മാനസിക രോഗം പിടിപെട്ടി ചത്തോടുക. 70 വയസ്സ് കഴിയുമ്പോൾ കഴുത്തറുത്ത് ഇറച്ചി കച്ചവടത്തിൽ നടത്താനുള്ളവരല്ല ഞങ്ങളാരും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ സ്ഥിരകൾക്ക് ഓടുക. ആ രക്തഓട്ടം ഉള്ള കാലത്തോടെ രാഷ്ട്രീയം ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എങ്ങനെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് കളയാം. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചാണ്. ഇതൊന്നും അതിൻ്റെ പേരൊന്നും ആരും മുതലെടുക്കണ്ട. എന്തിനും ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. കാരണം എനിക്കറിയാം ജനങ്ങളുടെ ചിന്താഗതി. എന്നോട് അന്യായം ആരോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നുന്ന ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. കേരളത്തിൽ മൊത്തം കൊണ്ട് ആലപ്പുഴ പ്രത്യേകിച്ച് എന്നോട് അന്യായം കാണിച്ചു, ആരോ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഏറ്റവും സ്നേഹത്തോടെ പെരുമാറിയ 2 പേരാണ് പിണറായി വിജയനും VS അച്യുതാനന്ദനും. പാർട്ടി സമരത്തിനകത്ത് VS വേറെ ചില ലൈൻ വന്നപ്പോൾ പിന്നെ പിണറായി അതൊന്നും ഞാൻ അംഗീകരിച്ചില്ല. അപ്പോഴാണ് നമ്മൾ VSൻ്റെ ആ ഫൈറ്റിൽ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ പാർട്ടിയെ ശക്തമായിട്ട് പിണറായി നയിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള, വിശ്വാസമുള്ള ആളാണ് ഞാൻ. ക്യാബിനറ്റിലൊക്കെ സെൻട്രൽ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയാൻ എന്നെയാണ് ചുമതലപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ ചോദ്യോത്തരം വരുന്ന ദിവസം അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി അതിന് പോകുമ്പോൾ എന്നെയാണ് ഏൽപ്പിച്ചിട്ട് പോകുന്നത് മറുപടി പറയാൻ. ഞാൻ ക്ലിയറായിട്ട് ഓർക്കുന്നു, സൈബർ കുറ്റങ്ങളെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം സെക്രട്ടറി എന്നെ ഞാൻ നോക്കുമ്പോഴാണ് സൈബർ കുറ്റത്തെ പറ്റി ആ പ്രശ്നമാണ്. ഞാനുണ്ടെ DGPയെ വിളിച്ചു വരുത്തി. മറ്റേ ആളുണ്ടല്ലോ, DGP ആയിരുന്നു മീശക്കാരൻ, ഋഷി സിംഗ്. അദ്ദേഹം DGP ആയിരുന്നല്ലേ? ADGP അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. എല്ലാ ഡീറ്റെയിൽസും ചർച്ച ചെയ്ത് ഞാൻ അസംബ്ലിയിൽ രമേശ് ചെന്നിത്തല ചോദ്യം എല്ലാത്തിനും ഞാൻ മറുപടി പറഞ്ഞു. ചോദ്യോത്തര വേള ഒരു 20 മിനിറ്റൊക്കെ നീണ്ടു. ആകെ 1 മണിക്കൂറേ ഉള്ളൂ. ഇരുന്നപ്പം രമേശ് ചെന്നിത്തലയുടെ ഒരു മെസ്സേജ് എൻ്റെ മേശപ്പുറത്ത് വന്നു, വെൽ ഡൺ, കൺഗ്രാജുലേഷൻ. എന്നെ ഏൽപ്പിച്ചിരുന്നു. സ്വപ്നയുടെ സ്വർണ്ണത്തിൻ്റെയൊക്കെ പ്രശ്നം വന്നപ്പോൾ
എൻ്റെ അടുത്ത് പാർട്ടിയുടെ ബ്യൂറോ ദേശാഭിമാനിയുടെ ബ്യൂറോയിലെ പ്രധാനമായിട്ടുള്ള ബ്യൂറോയിലെ ദേശാഭിമാനി RS ബാബു പ്രസ് അക്കാദമി ചെയർമാനായിട്ടൊക്കെ അതെ ഇരുന്നു. അതെ അത് പറഞ്ഞു, നമ്മുടെ മുഖ്യമന്ത്രിയെ അവമാനിക്കാനുള്ള ഈ ശ്രമത്തിനെതിരായിട്ട് ശക്തമായി പ്രതികരിക്കാൻ സഹാബിന് പറ്റുള്ളൂ. അവിടെ നേരത്തെ ഞങ്ങൾ പറയണ്ടേ, അടുത്ത ദിവസം പത്രസമ്മേളനം 1.5 മണിക്കൂർ. അന്ന് ശിവശങ്കരനെ വഞ്ചകനെ വിളിച്ചത്, എല്ലാ കാര്യങ്ങളും ഞാനങ്ങോട്ട് പറഞ്ഞു. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ അത് കേട്ടു. ഈ ആരോപണങ്ങൾ വലിയ റിലീഫാണ് പബ്ലിക്കിന് കിട്ടിയതിന് ശേഷം. വിശ്വാസ്യത വന്നു. അങ്ങനെയൊക്കെ എന്നെ അത്ര വിശ്വാസമായിരുന്നു. പിണറായിക്ക് ആ വിശ്വാസം ഇല്ലാതാവേണ്ട ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ ക്രിമിനൽ ആലോചന പലയിടത്തും ഉണ്ടല്ലോ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ. പിന്നെ അഭിപ്രായം പറയുന്നതിൻ്റെ പേരിലൊന്നും ആരെയും നോട്ടപ്പുള്ളിയാക്കണ്ട. അഭിപ്രായങ്ങളൊക്കെ പറയും, ചിലപ്പം ഇഷ്ടമില്ലാത്തതും പറഞ്ഞു വന്നിരിക്കും. പക്ഷേ നശിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയത്തില്ല, ആക്ഷേപിക്കാൻ വേണ്ടി പറയത്തില്ല. ഇപ്പോഴും പിണറായിക്ക് എന്നോട് സ്നേഹം ഉണ്ടാവാനിടയുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടില്ല, ഒരു റിക്വസ്റ്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടില്ല. ഒരു കാലത്തും സ്ഥാനാർത്ഥിയാക്കണമെന്നൊരാവശ്യം ലോകത്ത് ഞാൻ ആരോടും കഴിഞ്ഞ കാലത്ത് പറഞ്ഞിട്ടില്ല. ഇത്തവണ ഞാൻ MA ബേബിയോട് മാത്രം ഫോണിൽ പറഞ്ഞു, പാർട്ടി തീരുമാനിച്ച് ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അത് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു? അല്ല, അദ്ദേഹം പറഞ്ഞ പ്രസാദങ്ങളുമായിട്ട് ആലോചിക്കട്ടെ, അങ്ങനല്ലേ പറയാൻ പറ്റും. അതെ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സീറ്റൊന്നുമില്ല. കഴിഞ്ഞ സർക്കാരിന്റെ പെർഫോമൻസ് ഒരു മാതൃകാപരമാണ് എന്ന് പറയുന്നു. ആ ഒരു ടൈം വ്യവസ്ഥ വന്നില്ലായിരുന്നെങ്കിൽ അതേ തുടർച്ച ഭരണത്തിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് വരുമായിരുന്നില്ലേ? നിങ്ങളിപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡായി, ഇപ്പോൾ താങ്കൾ, ഐസക്ക്, അതൊക്കെ ജനങ്ങളും മാധ്യമങ്ങളും വിലയിരുത്തേണ്ട കാര്യം. പക്ഷേ മാധ്യമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും എനിക്ക് PR വർക്കില്ലല്ലോ, അതിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ ഇന്ന് വരെ PR വർക്കാണ്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ വർക്ക് ചെയ്ത് ഫൈറ്റ് ചെയ്ത് തന്നെ. ഞാൻ അംഗീകാരം പിടിച്ചു വാങ്ങുകയായിരുന്നല്ല, ഞാൻ അപേക്ഷിച്ച് വാങ്ങിയതല്ല. ഇന്ന് വരെ എനിക്ക് PR വർക്ക്, ഒരുവിധപ്പെട്ടവർക്കെല്ലാം PR വർക്കുണ്ട്, എനിക്കറിയാമല്ലോ. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇനിയും PR വർക്കില്ല. ആരുമില്ലല്ലോ എൻ്റെ കൂടെ. എനിക്കൊരു കമ്പ്യൂട്ടർ പോലും ഇല്ല വീട്ടിൽ. കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു സീനിയർ പൊളിറ്റീഷ്യനെ കാണിച്ചാലോ വീട്ടിൽ? ആരുമില്ല. ഞാൻ എൻ്റെ കൈ കൊണ്ട് എഴുതാൻ എനിക്ക് വായിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എഴുത്ത് തന്നെ കുറച്ചു. എനിക്ക് വായിക്കാനോ. പിന്നെ എൻ്റെ വൈഫിനെ കൊണ്ട് കോളേജ് 10-32 വർഷക്കാലം പ്രവർത്തിച്ച കോമേഴ്സ് വകുപ്പിൻ്റെ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ്. അവർ ഈ വീട്ടിലെ സകല ജോലി ചെയ്യും, മുറ്റം തൂക്കുന്ന മുതൽ സകല പാത്രം കഴുകുന്നവരാ. സഹായിക്കാനൊരു സ്ത്രീയുടെ വന്നിട്ട് അവർ പോകും. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുക. മനസ്സിലായില്ലേ? എനിക്കും പെൻഷൻ, അവർക്കും പെൻഷൻ. അപ്പം അങ്ങനെ എന്തായാലും വളരെ മികച്ച ഒരു സാലറിയിൽ ഒരു ജോലി കിട്ടി. അങ്ങ് പോയി. ഇത് ഗൾഫ് രാജ്യത്താണ്. ഞങ്ങളോട് സാമ്പത്തികമായി അന്നന്നത്തെ ആവശ്യമൊന്നുമില്ല. ഒന്നും കൊള്ളയടിച്ച് സമ്പാദിച്ചിട്ടുമില്ല. അക്കൗണ്ടൊക്കെ നോക്കിയാൽ അറിയാം. അപ്പം ഞാൻ അങ്ങനെ രാഷ്ട്രീയമായി ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള എനിക്ക് രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ കഴിയും. നമ്മുടെ സേവനം വേണമെങ്കിൽ വാങ്ങിക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഞാനിപ്പോൾ ആലോചിച്ചിട്ടില്ല. നിങ്ങളെന്താണ് BJP പോവാത്തത്? നിങ്ങളെന്താണ് കോൺഗ്രസ് പോകാത്തതാണ് ഫേസ്ബുക്കിൽ ചോദിക്കുന്നത്? അല്ല, പാർട്ടിക്കകത്തുള്ള ചില ആളുകൾ തന്നെ ഫേസ്ബുക്ക് വഴി. മനസ്സിലായോ? ഇതാണ്. കുറേ പേരോട് ഈ പാർട്ടിയിൽ നിന്ന് വിട്ടു പൊക്കോട്ടെ, ഞങ്ങൾക്ക് മാത്രം മതി ഇത്. ഞങ്ങൾ കുറച്ച് പേര് മതി. നിങ്ങളിപ്പോൾ ഇവിടെ സ്ഥാനമൊന്നും ഇരുന്നാലും ഞങ്ങൾക്ക് പേടിയാണ്. ഇതാണ് പ്രശ്നം. യാതൊന്നും ഈ പ്രസ്ഥാനത്തെ പറ്റിയോ പ്രത്യയശാസ്ത്രം അറിയാത്തവർ അപമാനിക്കുകയാണ്. 5 വർഷം ഞാൻ എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു? ആരെങ്കിലും ഞാൻ അവമാനിച്ചു? എനിക്ക് യാതൊരു പ്രതികാരമില്ല. ആര് വേണേലും മത്സരിച്ചു, എനിക്കൊരു നിർബന്ധമില്ല. ഈ ജില്ലയിൽ ഏത് സീറ്റ് നിന്നാലും ഞാൻ ജയിക്കും. ഇവിടെ അല്ല മാത്രമല്ല, ഏത് സീറ്റ് നിന്നാലും ജയിക്കും. 9 സീറ്റിൽ 9 വന്നാലും ജയിക്കും, ഉറപ്പുള്ള കാര്യം. ആ എന്താ ജയിക്കാതിരിക്കേണ്ട കാര്യം? ഏത് കൊച്ചു കുഞ്ഞിനെ എന്നെ അറിയാം. 62 വർഷം ഈ ജില്ലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ലേ. ഞാൻ പോകാത്ത സ്ഥലമേതാണ്? ഇവിടെ വളർന്നു വന്നിരിക്കുന്ന ഈ സഹാക്കളെല്ലാം അവർ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് അവരെ അറിയാമല്ലോ. ആരെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമായി പറയും. അതുകൊണ്ടാണ് PR വർക്കില്ലാതെ ഞാൻ ഇവിടം വരെ എത്തിയത്. PS എന്നെ കൈപിടിച്ച് പൊക്കിയിട്ടുണ്ട്, ഉയർത്തി സംശയമൊന്നുമില്ല. പിണറായി എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഞാൻ അതുപോലുള്ള കാര്യം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അല്ല വെറുതെ ഞാൻ ചെയ്തുകൊണ്ടാണ് ആ ക്വാളിറ്റി അവർ അംഗീകരിച്ചു. പക്ഷെ ചില കാര്യങ്ങളിൽ വിഷമമുണ്ടായി. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല. അത് ചെയ്തവർക്ക് ഇപ്പോൾ വിഷമം ആവശ്യമില്ലായിരുന്നു. കാരണം അങ്ങനെ സംഭവമില്ല. സാരമില്ല, എനിക്ക് പരാതിയില്ലല്ലോ. ഞാൻ പരാതി ഒന്നും എഴുതി കൊടുത്തില്ലല്ലോ ആർക്കും. ഇന്ന് വരെ ഞാൻ സംസ്ഥാന കമ്മിറ്റികൾ പരാതി അയച്ചിട്ടുള്ള ആരെ പറ്റി ഇന്ന് വരെ. ഞാൻ തന്നെയാണ്.
എൻ്റെ വേഷവിധാനത്തിൽ മാറ്റമില്ല, എൻ്റെ ഭക്ഷണ രീതിയിൽ മാറ്റമില്ല, എൻ്റെ സംഭാഷണ രീതിയിൽ മാറ്റമില്ല, എൻ്റെ പ്രത്യയശാസ്ത്ര ബോധത്തിൽ എല്ലാം ഞാൻ അവിടെ തന്നെ നിൽക്കുക. അപ്പം ഇത്രയും കാലമൊക്കെ അങ്ങനെ ക്ഷീണിക്കാത്തൊരു മനസ്സും ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു പ്രത്യേക തലച്ചോറും ഒരാൾ നിന്നെങ്കിൽ അത് ചെറിയ കാര്യമല്ല. അങ്ങനെ നിന്ന കുറേ അധികം പേരുണ്ട്, അതിനേക്കാൾ നിന്നവരുണ്ട്. ഞാൻ ആ പട്ടികയിലാണ്. എനിക്കറിയാം, എനിക്ക് എൻ്റെ എനിക്ക് PR വേണ്ട. ഈ പിണറായിക്ക് ഇപ്പോഴും തെറ്റിദ്ധാരണയുണ്ടോ താങ്കളെക്കുറിച്ച്? അവിടെ സാധ്യതയില്ല. ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അതെനിക്കറിയില്ല. പിണറായിയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക അതെനിക്കറിയില്ല. പക്ഷേ ഇവിടെ മോശപ്പെട്ട പ്രവണത ഉണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷമായിട്ട്. അതെനിക്കറിയാം. ഞാൻ മിനിസ്റ്ററായി ലാസ്റ്റ് വർഷം 20-ലാണ് തുടങ്ങിയത്. അതൊക്കെ ആരുടെ പേരും ഒന്നും ഞാൻ പറയില്ല. ഒരു ടീമാണ്, ചെറിയൊരു 3-4 പേരുടെ ടീം. അവരെന്താണ് ലക്ഷ്യമിടുന്നത്? അവർ ലക്ഷ്യമിടുന്നത് നമ്മുടെയൊക്കെ ഈ സ്ഥാനത്ത് നിന്ന് മാറി അവർക്ക് ആ സ്ഥാനം കിട്ടും, അത്ര വേറെ കാര്യമൊന്നുമില്ല. ഇയാൾ മന്ത്രിയായിരിക്കുന്നു, ഇയാൾ MLA ആയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്താണ് പ്രയോജനം പാർട്ടിക്ക് ഉണ്ടായതെന്നല്ല, ഇങ്ങനെ ഇരിക്കുന്ന സ്ഥാനം. പണ്ട് കുടുംബത്തിലെ കാരണവരെ കാലെ പിടിച്ച് താഴെ എടുത്തല്ലേ ഇരുന്നോളന്മാർ. ആ തരത്തിലുള്ള വെറും പേഴ്സണലായിട്ടുള്ള പ്രെജുഡീസ് അല്ല എന്താ, അല്ല എന്ത് കാര്യമാണ്. അവർക്ക് മറ്റു താല്പര്യങ്ങളുണ്ടാകാം, അവർക്ക് ഇതേ ഉള്ള താല്പര്യം, അധികാരം. സ്ഥാനമാനം, വേറെ മാറിക്കഴിഞ്ഞാൽ മാറുന്നതിന് എന്താ പ്രയാസം? അതിനെ ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? മാറിയാൽ പോരെ. അതെ. പാർട്ടിക്ക് ഏത് തീരുമാനം എടുക്കും? ഈ വയസ്സ് പരിധി ലോകത്തെ വേറൊരു പാർട്ടിയിലും ഇല്ല. ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിന് വയസ്സ് പരിധിയില്ലല്ലോ. ഉണ്ടായിരുന്ന മാവോ അവിടെ ഇരിക്കുമോ? ഹോച്ചിമിൻ ഇരിക്കുമോ? സ്റ്റാലിൻ ഇരിക്കുമായിരുന്നോ? കാസ്ട്രോ ഇരിക്കുമായിരുന്നു? എത്ര വയസ്സ് വരെ ഇരുന്ന്? നമ്മൾ അവരല്ലെങ്കിലും അവരുടെ കീഴിൽ അവരുടെ ക്വാളിറ്റി പിന്തുടരുന്നവരാണ്. അവരാണെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ വയസ്സിൻ്റെ ഈ പ്രായപരിധി ഈ കേരളത്തെ ഇന്ത്യയിലോടെന്നറിയില്ല, കേരളത്തെ മറ്റു ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അവിടെ നമ്മുടെ മൂവ്മെൻറ്റ് വീക്കായി. ഉള്ളവരെ കൂടെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ CPIക്ക് പറ്റിയ അവസ്ഥ എന്താ? അവരിത് വെച്ചു. ഒന്നാമത് ആൾ കുറവാ പാർട്ടിയിൽ. മുതിർന്നവരെല്ലാം അങ്ങ് പോവാം. ആ പാർട്ടിയുടെ ഭാവി എന്താ? അവർ ചിന്തിക്കണ്ടേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തപ്പോൾ ശരിയാണെന്ന് തോന്നിയാലും ഭാവിയിൽ അത് പിന്നെ പുനഃപരിശോധിച്ചുകൂടുന്നില്ല. കാരണം ഇതൊന്നും ഒരു പാർട്ടി ഭരണഘടനയിലുള്ള തീരുമാനമല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ടൈം വരുന്നു, അത് മുഖ്യമന്ത്രി പിണറായി വിജയന് ബാധകമല്ലേ? ബാധകമല്ല. എക്സെപ്ഷൻ കൊടുക്കണം, കൊടുത്തല്ലേ പറ്റൂ. മുഖ്യമന്ത്രി അവനാണ് വേണ്ടേ, അതിനെന്താ തെറ്റ്? അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കേണ്ടി വരും. അതെ. അപ്പോൾ പിന്നെ പരമാവധി ഈ ടൈം ഇല്ലായിരുന്നെങ്കിൽ ഈ ചോദ്യം വരത്തില്ലല്ലോ. അതെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി മത്സരിക്കുമല്ലോ, മുഖ്യമന്ത്രി ആവുമല്ലോ. സംശയം എന്താ? അത് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യം, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലൊക്കെ ടൈം വരേണ്ട കാര്യമുണ്ടോ? അല്ല, അത് അവർ തീരുമാനിക്കണ്ടേ. എനിക്കതിനൊന്നും പ്രശ്നമില്ല. മത്സരിച്ചാൽ ജയിക്കും, പാർട്ടിക്ക് അഭിമാനമായിരിക്കും, അസംബ്ലി പോയി പെർഫോം ചെയ്യും. മുഖ്യമന്ത്രി തന്നെ ലീഡ് ചെയ്യണം. അത് തീരുമാനമായെന്ന് എൻ്റെ ധാരണ. തീരുമാനം എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ബേബി പറയുന്നുണ്ടായിരുന്നു. അതായിരിക്കും. അദ്ദേഹം മത്സരിച്ച പിന്നെ വേറെ ആരാ? പിന്നെ ഈ ടൈമിൻ്റെ ആവശ്യമുണ്ടോ? കാരണം പരിചയസമ്പന്നരെല്ലാം വരട്ടെ. അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ. എനിക്ക് ഡിമാൻഡില്ല. ഞാൻ വ്യക്തമായിട്ടാണ് പറയുന്നത്, എനിക്ക് ഡിമാൻഡില്ല. കൊണ്ടുവന്നതിന് വിരോധം. പക്ഷേ ലോകത്ത് എവിടെ ഇല്ല ഇത്. അതുള്ളപ്പോൾ തന്നെ എക്സെപ്ഷൻ കൊടുക്കേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ ആളില്ലാതെ വരും. അതെ. CPI ഏറ്റെടുത്തത് കാരണം CPIയുടെ മൂന്നവരെല്ലാം അങ്ങ് പോവുക. ഇനി ആരാണ് ഉണ്ടാവുക? ഒന്നാമതിൽ CPM-നേക്കാൾ കുറച്ചാൾ കുറവല്ലേ? അതെ. ശക്തമായ പാർട്ടിയാണ്. പ്രത്യേകിച്ച് എല്ലാം നല്ല ആൾക്കാരുള്ള പാർട്ടി. അതെല്ലാം അംഗീകരിച്ചു കൊണ്ട് ഇതവർ കുറേ പേരുടെ പോവല്ലേ പാർട്ടി. അതെ. അവരുടെ പാർട്ടി അവരുടെ പാർട്ടി അനുഭവ സമ്പത്തുള്ള തന്നെ വരികയാണ് പിന്നീട്. അതെ. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പരിചയസമ്പന്നതയ്ക്ക് മുൻതൂക്കം കൊടുക്കണം? ജയിക്കുന്നവർ മത്സരിക്കണം. പരിചയസമ്പത്തും വേണം. ജയിക്കുന്നവർ മത്സരിക്കണം. ചെറുപ്പക്കാരനാണ് ജയിക്കുന്നതെങ്കിൽ അവൻ മത്സരിക്കണം. ടൈം എന്ന് പറയുന്ന ലോകത്ത് ഒരിടത്തും ഇല്ലാത്തൊരു വ്യവസ്ഥയാണ്. വേറെ ഓൺലൈൻ എൻ്റെ അറിവില്ല. ഇല്ല. കാരണം പാർട്ടിക്ക് എപ്പോൾ വേണമെങ്കിൽ ഒരാളെ മാറ്റാം. അതുകൊണ്ടാണ് ടൈം വെക്കാതിരുന്നത്. അതെ. നമുക്ക് ആരെയും ജീസുദാരനെ വേണേൽ മാറ്റാം. എന്താ പ്രശ്നം? മാറും. അതിന് ടൈം പറയണ്ട. അതെ. അങ്ങനെയല്ല ഇത്രയും കാലം. അതെ. ആ ടൈം കൊണ്ടുവച്ചത് അത് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഒരാളെ മാറ്റുന്നതിനെ പറ്റി ഒരു ചർച്ച സംഘടിപ്പിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ചർച്ച വേണ്ട. ചില ആളുകൾ വയസ്സായത് അറിയാതെ തുടർന്നിട്ടുണ്ടല്ലോ, പറയാതെ. 81 വയസ്സുള്ള ഏരിയ കമ്മിറ്റി മെമ്പർ ആലപ്പുഴയിലെ മരിച്ചല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമാണ്, സങ്കീർണമായ രാഷ്ട്രീയ അന്തരീക്ഷമാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ താങ്കൾ തന്നെ അവസാനിപ്പിക്കുക. ഈ അത്യാഗ്രഹം രാഷ്ട്രീയത്തിലങ്ങ് നിറഞ്ഞ് കുമിനിയായി. ആർക്കും ഏത് പോസ്റ്റും കൊടുക്കാം, ആർക്കും എന്തുവാ, ഏത് പോസ്റ്ററും ഞാൻ റെഡിയാണ്. അങ്ങനെയുണ്ടോ? ഇന്ന് വരെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തർക്കം ഉണ്ടായിട്ടില്ലല്ലോ. അറിയാം, അതിന് യോഗ്യൻ ഇദ്ദേഹം തന്നെയാണ്. EMS, നായനാർ,
എസ് പിണറായി വിജയൻ 4 പേരുടെ ആയുള്ളൂ, ആർക്കും തർക്കമില്ലല്ലോ. അപ്പം അതാണ് ആ നേതൃത്വത്തിൻ്റെ യോഗ്യത. വേറൊരാളുടെ പേര് എന്തായാലും പറയാനില്ല. അതൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ആ ചരിത്രപരമായ കാര്യം മനസ്സിലാക്കണം. എല്ലാ ആശംസകളും നേരുന്നു. അങ്ങനെ വന്നാൽ വലിയ വിജയം ഉണ്ടാവും. അതെ. ആ